പഠനത്തിനായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് കൃപ ചെയ്തതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പങ്കെടുക്കുന്ന ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ പാടി ആരാധിക്കുവാൻ നിന്റെ മക്കളെ ഒരുക്കി അതിനുവേണ്ടി അഭിഷേകം ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. വചനം വായിക്കുന്ന നിന്റെ മക്കളെ അധികാരപ്പെടുത്തി നിന്റെ ദാസനോട് ചേർന്ന് ആത്മാവിൽ യോജിച്ച നിലയിൽ നിൽക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അഭിഷിക്തനായി പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പഠിപ്പിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമാറാകണമേ. വചനത്തോടുള്ള വെളിപ്പാട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് പ്രകാശം ലഭിക്കേണ്ടതിന്, ദർശനം ലഭിക്കേണ്ടതിന്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള കോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ നാമത്തിൽ സഭ പണിയപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സിസ്റ്റർ ലിജി നമ്മുടെ നടുവിലുണ്ട്. അവര് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. ആമേൻ. പ്രൈസ് ലോർഡ്. വീണ്ടും ഒരു പ്രാവശ്യമാണ് ദൈവമക്കളുടെ മുമ്പാകെ ആയിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവമോട് നടയാക്കിയ ആ ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിലേക്ക് പാടുവാൻ ക്ഷണിച്ച പ്രിയ ആൻഡ്രൂസ് അപ്പച്ചന്, പ്രിയ ഈശോ പാസ്റ്റർ, പ്രിയ ദൈവമക്കളോട് എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അതു കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അതു കുറഞ്ഞിട്ടില്ല. എന്താഹം തീർക്കുന്ന ജീവനാദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. എന്താഹം തീർക്കുന്ന ജീവനാദിയുണ്ടെന്നും
ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എന്താലജായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂടു നൽകും യേശുവിൻ മാർവ്. എന്താലജായിപ്പാൻ ഒരു മാർവിടമുണ്ട്, ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കൂറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കൂറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. യേശു നല്ല ഇടയൻ ആത്മസ്നേഹിതൻ, തന്നെ രുചിക്കും തോറുമേനിക്കേറ്റ മധുരവാൻ. യേശു നല്ല ഇടയൻ ആത്മസ്നേഹിതൻ, തന്നെ രുചിക്കും തോറുമേനിക്കേറ്റം മധുരവാൻ. ഏറ്റം മധുരവാൻ എനിക്കേറ്റം മധുരവാൻ. പരനെ രുചിക്കും തോറുമേനിക്കേറ്റം മധുരവാൻ. ഏറ്റം മധുരവാൻ എനിക്കേറ്റം മധുരവാൻ. പരനെ രുചിക്കും തോറുമേനിക്കേറ്റം മധുരവാൻ. പർവ്വതങ്ങൾ മാറിടും, കുന്നുകൾ നീങ്ങും, തന്റെ ദയ എന്നിൽ നിന്നു മാറിൽ ഒരിക്കലും. പർവ്വതങ്ങൾ മാറിടും, കുന്നുകൾ നീങ്ങും, തന്റെ ദയ എന്നിൽ നിന്നു മാറിൽ ഒരിക്കലും. ഏറ്റം മധുരവാൻ എനിക്കേറ്റം മധുരവാൻ. പരനെ രുചിക്കും തോറുമേനിക്കേറ്റം മധുരവാൻ. ഏറ്റം മധുരവാൻ എനിക്കേറ്റം മധുരവാൻ.
പരനെ രുചിക്കും തോറും എനിക്കേറ്റം മധുരവാൻ. വിശ്വാസം താഴ്ചയായി തീരും നാൾ വരെ ശാശ്വത ഭുജങ്ങളിൽ എന്നെ വഹിച്ചിടും. വിശ്വാസം കാഴ്ചയായി തീരും നാൾ വരെ ശാശ്വത ഭുജങ്ങളിൽ എന്നെ വഹിച്ചിടും. ഏറ്റം മധുരവാൻ എനിക്കേറ്റം മധുരവാൻ. പരനെ രുചിക്കും തോറും എനിക്കേറ്റം മധുരവാൻ. ഏറ്റം മധുരവാൻ എനിക്കേറ്റം മധുരവാൻ. പരനെ രുചിക്കും തോറും എനിക്കേറ്റം മധുരവാൻ. ഇന്നു ഞാൻ വിശ്വാസത്താൽ യാത്ര ചെയ്യുന്നു. വേഗം ചേരും വിൺപുരെ കാണും പ്രിയനെ. ഇന്നു ഞാൻ വിശ്വാസത്താൽ യാത്ര ചെയ്യുന്നു. വേഗം ചേരും വിൺപുരെ കാണും പ്രിയനെ. ഏറ്റം മധുരവാൻ എനിക്കേറ്റം മധുരവാൻ. പരനെ രുചിക്കും തോറും എനിക്കേറ്റം മധുരവാൻ. ഏറ്റം മധുരവാൻ എനിക്കേറ്റം മധുരവാൻ. പരനെ രുചിക്കും തോറും എനിക്കേറ്റം മധുരവാൻ. യേശു നല്ല ഇടയൻ ആത്മസ്നേഹിതൻ. തന്നെ രുചിക്കും തോറും എനിക്കേറ്റം മധുരവാൻ. യേശു നല്ല ഇടയൻ ആത്മസ്നേഹിതൻ. തന്നെ രുചിക്കും തോറും എനിക്കേറ്റം മധുരവാൻ. ഏറ്റം മധുരവാൻ എനിക്കേറ്റം മധുരവാൻ. പരനെ രുചിക്കും തോറും എനിക്കേറ്റം മധുരവാൻ. ഏറ്റം മധുരവാൻ എനിക്കേറ്റം മധുരവാൻ. പരനെ രുചിക്കും തോറും എനിക്കേറ്റം മധുരവാൻ. Praise the Lord. ആമേൻ. പ്രൈസ് ലോർഡ്. താങ്ക് യു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സി.വി. ആൻഡേഴ്സ് അവർ നമ്മോടൊപ്പം ഉണ്ടല്ലോ. 23-ാമത്തെ ക്ലാസ് ആണ്. നമുക്ക് കരങ്ങളെ അടിച്ച് കർത്താവിന്റെ ദാസനെ നമുക്ക് ക്ഷണിക്കാം. ആമേൻ. പ്രൈസ് ലോർഡ്. എല്ലാ ദൈവമക്കളും വീഡിയോ ഓൺ ചെയ്തിരിക്കുക. ദൈവനാമത്തിന് വന്ദനം. നമ്മുടെ 23-ാമത്തെ ലെസണിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. പാസ്റ്റർ എസ്.ഐ. ഓർത്ത് കർത്താവിനെ സ്തുതിക്കും. തൻ്റെ ദാസൻ കൂടി നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. അതുപോലെ ഇന്ന് പാട്ടുപാടിയ കുഞ്ഞുങ്ങളുടെ മനോഹരമായ ഗാനം നമുക്ക് ഏറ്റവും സന്തോഷമായിരുന്നു. അർത്ഥവത്തായ പാട്ടുകളാണ് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണിയായി തരുന്നത്. അവരെയും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ലഭിച്ച കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഗൾഫിൽ നിന്ന് നമ്മുടെ റീച്ചനമ്മച്ചുണ്ട്. അങ്ങനെ പല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കാണുവാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ബൈബിൾ വായനയിൽ സഹായിക്കാൻ തക്കവണ്ണം ഞാൻ ഏഞ്ചലിന് വാക്യങ്ങൾ അയച്ചു കൊടുത്തു, ഡോണിനും അയച്ചു കൊടുത്തു. അവരും നമ്മുടെ ഹരിപ്പാട്ടിൽ നിന്ന് ലിജിയും വേണ്ടി വന്നാൽ നമ്മളെ സഹായിക്കും. അവരും അതും വാക്യം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. റോസമ്മയ്ക്ക് അയച്ചു കൊടുത്തു. റോസമ്മയുടെ റെസ്പോണ്ടൊന്നും കിട്ടിയില്ല. ദൈവമായ കർത്താവ് നമ്മെ ഇന്ന് പാൽക്കാലം അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പ്രവർത്തനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാക്യം വായിക്കാം. വെളിപ്പാട് 1:18. എന്നാൽ ജീവിച്ചിരിക്കുന്നു, മരണത്തിൽ പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മോളുടെ നെറ്റിന് ഇന്നും ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു പത്മോസ് ദ്വീപിൽ കടന്ന യോഹന്നാന് 12 വിശേഷതകളോടുകൂടി പ്രത്യക്ഷപ്പെട്ട വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 12 വിഷയങ്ങളിൽ 11 വിഷയങ്ങളും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. 12-ാമത്തെ വിഷയത്തിലാണ് നമ്മൾ 2 ആഴ്ച കൊണ്ട് നിൽക്കുന്നത്. 12 വിശേഷതകൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു.
നിലയങ്കി ധരിച്ചിരിക്കുന്നു. 2 മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. 3 തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ. 4 അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. 5 കാൽ ഉലയിൽ ചുട്ടുവടിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. 6 അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. 7 അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. 8 വായിൽ മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാള്. 9 മുഖം സൂര്യനെ പോലെ ഇരിക്കുന്നു. 11 10 ആദ്യനും അന്തിനുമായവൻ. 11 എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. 12 മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 12ാമത്തെ വിഷയം. അതൊരു നീണ്ട വിഷയമാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അവിടെ നിന്നുകൊണ്ട് 2 ക്ലാസ്സുകൾ നമ്മൾ ചിന്തിച്ചു. നമ്മൾ പാതാള ലോകത്തെക്കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ക്ലാസ്സോടെ കഴിയുമ്പോൾ ഈ ക്ലാസ് അവസാനിച്ച് നമ്മൾ 2ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. പാതാള ലോകത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ 2 ആഴ്ച കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്, എല്ലാ ദൈവമക്കളും ഈ വിഷയം ഒന്ന് ആഴമായി പഠിക്കാൻ തക്കവണ്ണം നിങ്ങൾ ഉത്സാഹിക്കണം. ക്ഷീണമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും എൻ്റെ ക്ലാസ് അങ്ങനെ ആരും ഉറങ്ങത്തില്ല. ഉറങ്ങിയാൽ ഞാൻ അവരെ ഉണർത്തും. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ദൈവത്തിനും ശാന്തമായിരുന്നു പഠിക്കാൻ ശശിയ ഒരുക്കിയിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഓർത്ത് അദ്ദേഹത്തോട് നിങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കും. മരണത്തിന്റെയും പാതാളം, മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. മരണത്തിന്റെ എല്ലാം അധികാരം, അതിന്റെ എല്ലാം താക്കോല് കർത്താവിന്റെ കരങ്ങളിലായിരിക്കുന്നത്. ചിലരൊക്കെ പറയും എന്നെ അങ്ങ് എടുത്തോളണമേ എന്നൊക്കെ പറയാറില്ലേ. ചൂരിച്ചോട്ട് കീഴ് കടന്ന് ഏലീശായും അങ്ങനെ പ്രാർത്ഥിച്ചു, മതി യഹോവേ എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തോളണമേ. ഉടനെ എന്നാ നീഞ്ഞു പോരാൻ പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ ഇടപാട് തീർന്നു പോയനെ. കാരണം എന്നാ ചൊല്ലേ, ആ ചൂരച്ചെടി ആരും അതിന്റെ കീഴെ കിടന്ന് ഉറങ്ങുന്ന ഏലിയാവിനെ ആരും അറിയാതെ അങ്ങ് അവിടുന്ന് കർത്താവ് അങ്ങ് എടുക്കുകയാണെങ്കിൽ ലോകത്തൊരു ഒറ്റ കുഞ്ഞു അറിയത്തില്ല. ചൂരച്ചെടി കീഴെ കിടന്ന് മരിച്ചു പോയെന്ന് അറിയത്തുള്ളൂ. പക്ഷെ കർത്താവ് അവന്റെ പ്രാർത്ഥന കേട്ടില്ല. അവനെ എടുത്തത് എങ്ങനെയാണ്? എലിശയും ഏലിയാവും യോർദാൻ അക്കരെ കയറി കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ രഥങ്ങളും അശ്വരഥങ്ങളും വന്ന് ആണ് ഏലിയാവിനെ എടുത്തത്. നമ്മളെക്കുറിച്ച് ദൈവത്തിനെല്ലാം ഒരു പ്ലാനുണ്ട്. അതുകൊണ്ട് സഹോദരിമാർ ഈ അടുക്കളക്കണ പണിയൊക്കെ ചെയ്യുമ്പോൾ വിഷമിക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്നെ അങ്ങ് എടുത്തോളം എന്നൊക്കെ പറയരുത് കേട്ടോ. ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ ഇടി വെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ വഴക്കുണ്ടാക്കുമ്പോഴത്തേക്ക് എൻ്റെ തല അങ്ങ് പോയാൽ മതി. ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും പറയരുത്. ഇതിൻ്റെ എല്ലാം താക്കോൽ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തല്ല നമ്മുടെ മരണം നടക്കുന്നത്. ദൈവം നമുക്ക് എല്ലാവർക്കും ഓരോ വാഹനം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെയും ആവശ്യമില്ലാത്ത പദങ്ങൾ ഉപയോഗിച്ച് എടുത്തോണമെന്നും ഇടിവെട്ടിക്കണമെന്നും തല പോകണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തോട് ക്ഷമ ചോദിക്കണം. അത് ദൈവമാണ് നമ്മുടെ മരണം നിശ്ചയിക്കുന്നത്. അതിന്റെ താക്കോൽ കർത്താവിൻ്റെ ഇല്ല. പാതാളത്തിന്റെ താക്കോലും കർത്താവിൻ്റെ ഇല്ല. പലരും ചിന്തിച്ചിരിക്കുന്നത് പാതാളത്തിന്റെ താക്കോല് സാത്താന്റെ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ള ചിന്തയാണ്. അതുപോലെ പാതാളത്തിന്റെ താക്കോല്, സ്വർഗരാജ്യത്തിന്റെ താക്കോല് പത്രോസിന്റെ ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകള് ആൾക്കാരെ ഭരിക്കുന്നുണ്ട്. ഇത് പിശാചിന്റെ കയ്യിലൊന്നും അല്ല ഇരിക്കുന്നത്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമ വിശുദ്ധന്മാർ അവർ മരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ പ്രത്യാശ പാതാളമായിരുന്നു പ്രത്യാശ. അതേപ്പറ്റി ഞാൻ വിശദീകരിച്ചാണ് 5 മിനിറ്റൂടെ പറഞ്ഞ് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അബ്രഹാം നമ്മുടെ പിതാവായ യാക്കോബ് തൻ്റെ മകൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചപ്പോൾ മക്കൾ വന്ന് കള്ളത്തരം പറഞ്ഞ് ഇത് നിന്റെ മകന്റെ വസ്ത്രമാണോ നോക്ക് എന്ന് പറഞ്ഞ് അവന്റെ അങ്കി എടുത്ത് ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ അകത്ത് ഇട്ട് മുക്കി ഇത് നിന്റെ മകന്റെ അങ്കിയാണോ എന്ന് നോക്കാൻ പറഞ്ഞു. ആണെന്ന് പറഞ്ഞു. പിതാവ് കിടന്ന് കരഞ്ഞു. അതേ, എന്നാൽ ഒരു ദുഷ്ടമൃഗം അവനെ കടിച്ചു കീറി കൊന്നു എന്ന് പറഞ്ഞ് വലിയ നുണ പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. ഉടനെ നമ്മുടെ പിതാവായ യാക്കോബ് പ്രാർത്ഥിച്ചത് ഞാൻ എൻ്റെ മകന്റെ അരിക്കൽ പാതാളത്തിലേക്ക് ഇറങ്ങുമെന്നാണ് പറഞ്ഞു. ഞാൻ എൻ്റെ മകന്റെ അരിക്കൽ പാതാളത്തിലേക്ക് ഇറങ്ങും. അതുപോലെ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നരയെ, നമുക്ക് വാക്യങ്ങൾ പഠിച്ചതാ, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും. യാക്കോബ് ആവർത്തിച്ച് താൻ പറയുണ്ടായി, ഞാൻ പാതാളത്തിലേക്ക് ഇറങ്ങും. യാക്കോബിനറിയാം തൻ്റെ മകൻ ഒരു വിശുദ്ധനാണ്, ഒരു പരമാർത്ഥിയാ, നിഷ്കളങ്കനാ. അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ പോയിരിക്കുന്നത് പാതാളത്തിലേക്കാണെന്നും അതേ സ്ഥാനത്തേക്ക് ഞാൻ പോകുമെന്നും ആയിരുന്നു യാക്കോബ് പറഞ്ഞത്. യാക്കോബ് മാത്രമല്ല
ഇയ്യോബും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രത്യാശ ഇവിടെ പാതാളമാണ്, പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ. ഭക്തനായ ദൈവത്തിന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച നേരുള്ളവൻ, നിഷ്കളങ്കൻ, നിർദോഷൻ, യാതൊരു തെറ്റും ചെയ്യാത്ത ഇയ്യോബ് പോലും പറഞ്ഞ വാചകം എൻ്റെ പ്രത്യാശ പാതാളമാണ്. ഞാൻ അവിടെ ആണ് എൻ്റെ കിടക്ക, അവിടാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. ഈ ഒരു പ്രത്യാശ ഇയ്യോബും യാക്കോബും ഒക്കെ പറഞ്ഞെങ്കിലും പഴയ നിയമ ഭക്തന്മാരുടെ എല്ലാം പ്രത്യാശ മരിച്ചു കഴിഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള പാതാളത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു പ്രത്യാശയായിരുന്നു. അതിനെക്കുറിച്ച് അവർക്ക് അറിവ് ലഭിച്ചു. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുകയുണ്ടായി. ഇനി നീതിമാന്മാർ മാത്രമല്ല ഈ പാതാളത്തിലേക്ക് പോകുന്നത്, ദുഷ്ടന്മാരുടെ ആത്മാക്കളും പാതാളത്തിലേക്കാണ് പോകുന്നത്. 9-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്നവരും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകും. എന്നാൽ പാതാള ലോകത്തിൽ ഇവരുടെ പാർപ്പിടം, നീതിമാന്മാരുടെ പാർപ്പിടവും ദുഷ്ടന്മാരുടെ പാർപ്പിടവും രണ്ട് സ്ഥലങ്ങളിലായിരുന്നു. കാരണം അതിന്റെ തെളിവാണ് ധനവാനും ലാസറും പാതാള ലോകത്തിലേക്ക് ചെന്ന ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ വിവരിച്ചത്. മോശയുടെയും പ്രവാചകന്മാരുടെയും ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 2 ക്ലാസ്സുകൾ എടുത്തതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറയുന്നത് അടുത്ത വിഷയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പുറകോട്ട് ഇറങ്ങി ഞാൻ അത് പറയുന്നത്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ ധനവാനും ലാസർ മരിച്ചു. ലാസറിനെ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. കുറെ കഴിഞ്ഞപ്പോൾ ധനവാനും മരിച്ചു. ധനവാൻ യാതനാ സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ പാതാള ലോകത്തിന്റെ ഭാഗങ്ങളാണത്. ലാസർ മരിച്ചപ്പോഴും അത് അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി. ധനവാൻ മരിച്ചപ്പോൾ യാതനാ സ്ഥലത്തേക്ക് പോയി. യാതനാ സ്ഥലത്ത് കിടന്ന് ധനവാൻ മേലോട്ട് നോക്കി ലാസറിനെ കണ്ടെന്ന അബ്രഹാമിനെയും അവന്റെ മടിയിരിക്കുന്ന ലാസറിനെയും മേലോട്ട് നോക്കി കണ്ടു. ആ മേലോട്ട് നോക്കി കണ്ട ആ സ്ഥലത്താണ് അബ്രഹാം ഇരിക്കുന്ന, ലാസർ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം പോയിക്കൊണ്ടിരുന്നത്. കർത്താവായ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ കള്ളനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിട്ടിരിക്കും എന്ന് പറയുണ്ടായി. കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തോളണമേ എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അവന് മറുപടി കൊടുത്തു, നീ ഇന്ന് എന്നോട് പർദീസായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു മരിച്ച അന്ന് സ്വർഗീയ പർദീസയിലേക്ക് പോയില്ല. താഴത്ത് അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്ന പർദീസയിലേക്കാണ് പോയത്. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു എഫെസ്യ ലേഖനത്തിൽ 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്ന് വരുന്നില്ലയോ? പാതാള ലോകത്തിലേക്ക് കർത്താവ് മരിച്ചു കഴിഞ്ഞ് തൻ്റെ ആത്മാവ് പാതാള ലോകത്തിലേക്ക് ഇറങ്ങി. ഈ മുകളിലത്തെ പാതാളത്തിന് 1-ാം പാതാളം, 2-ാം പാതാളം, 3-ാം പാതാളം. പാതാള ലോകത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഈ 3 ഭാഗങ്ങൾ ഏറ്റവും മുകളിലത്തെ പാതാളമാണ് 1-ാം പാതാളം, അടുത്തത് 2-ാം പാതാളം, മൂന്നാമത് 3-ാം പാതാളം. ഈ പാതാള ലോകത്തെക്കുറിച്ച് ഞാൻ വീണ്ടും ഒന്നുകൂടെ വിവരിക്കുന്നുണ്ട്. പാതാളം യാഥാർത്ഥ്യമാണെന്നുള്ളത് ചരിത്രത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തമായ ഒരു സൂചനയാണ്. അത് ഞാൻ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കാം. അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത് മേലത്തെ പാതാളം, ഏറ്റവും അടിയില് അതേ യാതനാ സ്ഥലം. അപ്പം ആ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ടാണ് അബ്രഹാമിനോട് ധനവാൻ പ്രാർത്ഥിച്ചത്. അബ്രഹാം പിതാവേ എന്ന് വിളിച്ചു. അബ്രഹാം പിതാവേ, ലാസറിനെ ഇങ്ങോട്ട് നയിക്കണമേ, കാരണം എനിക്ക് വെള്ളം കിട്ടാതെ കിടന്ന് വിഷമിക്കുന്നു, ദാഹിക്കുന്നു. അതുകൊണ്ട് ലാസറിനെ ഇങ്ങോട്ട് അയച്ച് ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിൽ തകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അബ്രഹാം കൊടുത്ത മറുപടി, മകനെ, അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും വരാൻ ഒക്കത്തില്ല, ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ടും വരാൻ ഒക്കത്തില്ല. ഇതിൻ്റെ ഇടയിൽ വലിയൊരു പിളർപ്പുണ്ട്. ആ പിളർപ്പാണ് 2-ാം പാതാളം. ഇതിൻ്റെ ഇടയിൽ വലിയൊരു പിളർപ്പുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഒരാൾക്ക് വരാൻ ഒക്കത്തില്ല, അവിടുന്ന് ഒരാൾക്കും ഇങ്ങോട്ട് വരാൻ ഒക്കത്തില്ല. ഉടനെ അദ്ദേഹത്തിന് നല്ല മനുഷ്യനായിരുന്നു ഈ ധനവാനെ. നല്ല മനുഷ്യൻ പറഞ്ഞാൽ പർദീസയിൽ പോകാനുള്ള ആ അനുഭവം അല്ല അവൻ പറഞ്ഞത്. പിന്നെ ഒരു വിവരം ഉണ്ടായിരുന്നു,
കാരണം അങ്ങനെയാണെങ്കിൽ ലാസറിനെ ഭൂമിയിലേക്കൊന്ന് അയച്ചിട്ട്, എൻ്റെ 5 സഹോദരന്മാരുണ്ട്, അവരോട് പറയണം നിങ്ങളുടെ അച്ചായൻ ഇവിടെ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ അച്ചായന് പുഴുവും തീയുമുള്ള സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ള വിവരം ഒന്ന് അറിയിക്കണം. അതുകൊണ്ട് അവരും ഇങ്ങോട്ട് വരാതിരിപ്പാൻ തക്കോണം നിങ്ങൾ നന്മ ചെയ്ത് കർത്താവിനെ അംഗീകരിച്ച് ജീവിക്കണം എന്ന് ഒരു സുവിശേഷം അറിയിക്കണം എന്നാണ് ഈ ധനവാൻ പറഞ്ഞത്. ഉടനെ അബ്രഹാം കൊടുത്ത മറുപടി, മകനെ, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് വിശ്വസിക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാലും അവന്മാർ വിശ്വസിക്കാൻ പോകുന്നില്ല. അത്രയ്ക്ക് പന്നന്മാരാ, അത്രയ്ക്ക് ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാട്ട് പറഞ്ഞ വെറും ഗുണ്ടാകണം. കാരണം ഈ ധനവാന് അറിയാം അവന്മാരും ഇങ്ങോട്ടേ വരത്തുള്ളൂ, കാരണം അതുപോലൊരു ജീവിതമാണ് അത് ചെയ്യുന്നത്, അവന്മാരും ഇങ്ങോട്ടേ വരത്തുള്ളൂ. അങ്ങനെ ഒരു ബോധം അവനുണ്ടായല്ലോ. അതുകൊണ്ട് ആ സഹോദരന്മാർ ഇങ്ങോട്ട് വരാതെ, അച്ഛനായിരിക്കുന്ന ഞാൻ കിടന്ന് കഷ്ടം അനുഭവിച്ചാൽ എൻ്റെ സഹോദരന്മാര് ഇങ്ങോട്ട് വരരുന്നുള്ളതായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അബ്രഹാം പറഞ്ഞ, മകനെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. നിന്റെ ജീവകാലത്ത് നീ നന്മ പ്രാപിച്ചു, ലാസർ തിന്മ അനുഭവിച്ചു, ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ യാതന അനുഭവിക്കുന്നു, ഇനി ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇതാണ് പാതാള ലോകത്തിന്റെ 3 ഭാഗം. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഈ പ്ലാറ്റ്ഫോം ഇരിക്കുന്ന ദൈവമക്കള് എല്ലാവരും ഒരു കാര്യം ഓർത്തോളണം, നമുക്ക് ഇവിടെ തന്നെയാണ് തെരഞ്ഞെടുപ്പ്. ഈ ലോകത്ത് വെച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ്. എങ്ങോട്ട് പോകണം എന്നുള്ളത്, പർദീസായി പോകണോ, അത് യാതനാ സ്ഥലത്ത് പോകണോ, തെരഞ്ഞെടുപ്പ് ഈ ഭൂമി വെച്ച് നടക്കത്തുള്ളൂ. ഇവിടെ വിട്ടു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കത്തില്ല. എത്ര കുർബാന ചൊല്ലിയാലും, ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ട്, എത്ര കുർബാന ചൊല്ലിയാലും എത്ര പ്രാർത്ഥിച്ചാലും ഈ യാതനാ സ്ഥലത്ത് നിന്ന് ഈ അച്ചായനെ ധനവാനെ മുകളിലോട്ടൊന്നും കയറ്റാൻ ഒക്കത്തില്ല, നടക്കാൻ പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ സമ്പാദിച്ചു കൊള്ളണം. പാതാള ലോകത്തിന്റെ 3 ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ലോ. ഇനി എന്തുകൊണ്ടാണ് വിശുദ്ധന്മാരുടെ ആത്മാക്കള് ഈ ഭൂമിക്ക് അടിയിലുള്ള പാതാള ലോകത്തിലേക്ക് പോകാനുള്ള കാരണം? സാക്ഷാത്തായ പർദീസ എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. നമ്മൾ 2 കൊരിന്ത്യർ 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുൻപ് 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ആ മനുഷ്യൻ പർദീസായോട് എടുക്കപ്പെട്ടു. 3-ാം സ്വർഗത്തിന്റെ ഒരു ഭാഗത്താണ് പർദീസ സ്ഥിതി ചെയ്യുന്നത്. ആ പർദീസായുടെ ഒരു പ്രതിച്ഛായിയായിരുന്നു ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ എബ്രായ പദം പർദീസ എന്ന തോട്ടം. പർദീസായ്ക്ക് തോട്ടം എന്നുള്ള അർത്ഥമുള്ളൂ. അപ്പം സ്വർഗീയ പർദീസ, സ്വർഗീയ തോട്ടത്തിലേക്കാണ് വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പോകേണ്ടതായ സ്ഥലം. എന്നാൽ ഏദൻ തോട്ടം സ്വർഗീയ പർദീസയുടെ ഒരു പ്രതിച്ഛായിയായിരുന്നു. ആ ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വായെ ആക്കിയതിനു ശേഷം പറഞ്ഞു, നിങ്ങൾ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത്, ആ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും ഈ തോട്ടത്തിന്റെ നടുവിലുണ്ട്. ഈ നന്മതിന്മകളെ കുറിച്ചുള്ള ആ വൃക്ഷത്തിന്റെ ഫലം മാത്രമേ ആദാമിനും ഹവ്വായ്ക്കും വിലയ്ക്കുള്ളൂ. എന്നാൽ അവർ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചില്ലാനൊന്നും പോയില്ല. അത് വിലയ്ക്ക് അന്നേരം മുതൽ അവരുടെ ആകർഷണം മൊത്തം ആ വൃക്ഷഫലം പറിച്ചു തന്നാൽ എന്താ കുഴപ്പം? കാരണം അതിന്റെ ഇരിപ്പ് കണ്ടാൽ വലിയ ആകർഷണമാണ്. പ്രത്യേകിച്ച് സാത്താൻ പാമ്പിൽ കൂടെ പ്രവേശിച്ച് അവരുടെ ഹവ്വായുടെ അരിക്കൽ വന്നപ്പോഴത്തേക്ക് ആ ഫലം ഒന്നുകൂടെ ഭംഗിയായിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. കണ്ടാൽ 6 മൈൽ അത് വെള്ളം വരും, കൊതി വരും, അത്രമാത്രം വലിയ ആകർഷണമായിരുന്നു. അപ്പൊ തിന്താൽ കാണാൻ ഭംഗിയുള്ളതെന്ന് പറയുന്നില്ലേ നമ്മുടെ 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി. കാണാൻ ഭംഗിയുള്ളത്, ആ വൃക്ഷഫലം തിന്മാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്, പിന്നെ തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് കണ്ടു. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. അങ്ങനെയാണ് ആ സ്ത്രീ. അത്രമാത്രം സാത്താൻ അങ്ങോട്ട് ആകർഷണം കാണിച്ചു. ഇന്ന് സാത്താൻ അപ്രകാരമല്ലേ ചെയ്യുന്നത്? നമ്മളെ പരിശീലിച്ചുകൊണ്ട് പോകാൻ, സന്ധ്യാസമയത്തെ പ്രാർത്ഥന ഇന്ന് നടന്നില്ല, എന്നാ നമുക്ക് മാറ്റി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ടിവിയും തുറന്നു വെച്ച് ഇന്ന് പെന്തക്കോസ്തുകാരുടെ മിക്ക ഭവനങ്ങളിലും സന്ധ്യാസമയത്ത് സിനിമയുമാണ് ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്തോ സുഖം അനുഭവിക്കാനാ? ഇതുപോലെ സാത്താൻ ആകർഷിപ്പിച്ച് അനേകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആദാമും ഹവ്വായും പാപം ചെയ്ത്
അതിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാം. പാപം ചെയ്ത് ദൈവദേശം ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ തേജസ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ദൈവം പറഞ്ഞു, അനന്തരം ദൈവം നമ്മളെ ഉണ്ടാക്കിയ മനുഷ്യരുണ്ടല്ലോ, അവർ നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മളിൽ ഒരുത്തനെ പോലെ ആയിരിക്കും. അതുകൊണ്ട് അവൻ ഇനിയും ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു നിന്ന് എന്നേക്കും ജീവിക്കാൻ സംഗതി വരരുത് എന്ന് പറഞ്ഞാണ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തിറക്കിയത്. ആദാം ഹവ്വായും ഇപ്പൊ പാപജീവനിലായിരിക്കുകയാണ്. തേജസ് നഷ്ടപ്പെട്ടു, അവർ നഗ്നരായിരിക്കുകയാണ്. ഇനി പെട്ടെന്ന് കയറി ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാൽ അതിൽ വെച്ചിരിക്കുന്ന പ്രമാണം, ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാൽ ഏതൊരു ജീവനിൽ നിന്ന് ഭക്ഷിക്കുന്നോ ആ ജീവനിൽ എന്നേക്കും ജീവിച്ചു. പിന്നെ അവരെ വീണ്ടെടുപ്പാൻ തക്ക ഒക്കത്തില്ല. ദൈവം വെച്ചിരിക്കുന്ന പ്രമാണമാണത്. ദൈവത്തിന് ഒക്കത്തില്ല അല്ല, ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രമാണമാണത്. അപ്പോൾ ദൈവം സ്നേഹിച്ച മനുഷ്യൻ ഇനിയും പാപജീവനിലായിരിക്കുന്ന ഇവർ, നഗ്നരായിരിക്കുന്ന ഇവർ, തേജസ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഇവർ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരുമെന്ന് പറഞ്ഞാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടത്. എന്നിട്ട് ഏദൻ തോട്ടത്തിന്റെ വാതുക്കൾ അവർക്ക് വാക്കത്വം കൊടുത്ത് ഇറക്കി വിട്ടത്. അതല്ലല്ലോ നമ്മുടെ വിഷയം, പർദീസ എന്നുള്ള ആളുടെ വിഷയം. എന്നിട്ട് ഈ ഏദൻ തോട്ടത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ തക്കണം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളുമായി കെരൂബുകളെ അവിടെയാക്കി. ഏദൻ പർദീസയിലേക്കുള്ള പ്രവേശനം മനുഷ്യന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാക്ഷാത്തായ സ്വർഗീയ പർദീസയിലേക്കുള്ള പ്രവേശനം അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ദൈവം താൽക്കാലികമായി ഈ ഭൂമിക്കടിയിൽ ഒരുക്കിയ ഒരു സ്ഥലമാണ് ഈ പാതാളം. അല്ലെങ്കിൽ അതിന്റെ ശരിയായ പേര്, ഇവർക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്തിന്റെ പേര് അബ്രഹാമിന്റെ മടിയിൽ യഹൂദന്മാർ വിളിക്കും. അതിന്റെ ശരിയായ പേര് പർദീസ എന്നാണ്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കള്ളനോടുള്ള വർത്തമാനത്തിലാണ് പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയായിരിക്കും. കർത്താവായ യേശുക്രിസ്തു മരിച്ച ആ ദിവസം 6-ാം മണിനേരം മുതൽ 9-ാം മണിനേരം വരെ ഇരുട്ടുണ്ടായി. കാൽവരിലെ 7 മൊഴികൾ നമുക്ക് കാണാം. അവസാനം പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 2 പ്രാവശ്യം പിതാവേ എന്ന് വിളിച്ചു. ക്രൂസിൽ കയറിയ സമയത്ത് പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. മരിക്കുന്ന സമയത്ത് പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 6-ാം മണിനേരം മുതൽ 9-ാം മണിനേരം വരെ ഇരുട്ടുണ്ടായപ്പോൾ ആ ഇരുട്ടിന് നടുവിൽ കിടന്ന് കർത്താവ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? 7 മൊഴികൾ നമുക്ക് ക്രൂസിൽ കർത്താവായ യേശു പറഞ്ഞത് നമുക്ക് കാണാം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനോട് കള്ളൻ പറഞ്ഞു. കള്ളൻ ആ കർത്താവിന്റെ മുകളിൽ പതിപ്പിച്ചിരിക്കുന്ന ആ ട്രാക്ട് ഉണ്ടല്ലോ, നസറനാകുന്ന യേശു യഹൂദന്മാരുടെ രാജാവ്, ആ ട്രാക്ട് വായിച്ച് അതുപോലെ തന്നെ കർത്താവിന്റെ പ്രാർത്ഥനയും കേട്ടാണ് അവൻ കർത്താവിന്റെ അരികിലേക്ക് മുഖം തിരിച്ച് തന്റെ പാപം ഏറ്റു പറഞ്ഞത്. കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. ഉടൻ തന്നെ മറുപടി, ഇന്ന് നീ എന്നോട് പർദീസയായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞ് അവന്റെ ശവശരീരം യോസേപ്പിന്റെ കല്ലറയിൽ അടക്കി. എന്നാൽ അവന്റെ ആത്മാവ് ഭൂമിക്കടിയിലുള്ള പർദീസയിലേക്ക് ഇറങ്ങിപ്പോയി. ആ ഭാഗം വരെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതായ ഇനിയും ഇവരെ അവിടുന്ന് ഉദ്ധരിച്ചു കൊണ്ടിരുന്ന ഭാഗം നമ്മൾ പഠിക്കാൻ പോവുക. ഇവരെ യേശു പാതാള ലോകത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ തൻ്റെ കയ്യിൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുണ്ട്. തൻ്റെ കൈവശമുണ്ട ആ താക്കോൽ കൊണ്ട് പാതാളത്തിന്റെ മേലത്തെ പർദീസ തുറന്നു. പാതാള ലോകത്തിന്റെ ആ ഗേറ്റിൻ താക്കോൽ യേശുവിന്റെ കരങ്ങളിലാണ്. യേശു അത് തുറന്നപ്പോൾ ഉണ്ടല്ലോ, കർത്താവായ യേശുവിനെ കണ്ടപ്പോൾ അവരെല്ലാവരും ആഹ്ലാദിച്ചു. 1 പത്രോസ് 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ പാതാള ലോകത്തിലേക്ക് ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്ത തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്നാണ് വായിക്കുന്നത്. അവിടെ പ്രസംഗിച്ചു എന്നുള്ളത് പ്രൊക്ലെയിം ചെയ്തെന്നാണ് ഇംഗ്ലീഷ്. അവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി, അവര് മാനസാന്തരപ്പെടാൻ വേണ്ടിയുള്ള പ്രസംഗമല്ലായിരുന്നു. അവൻ ഇറങ്ങിച്ചെന്ന് മേലത്തെ പർദീസയിൽ 1-ാം പാതാളത്തിൽ നിന്നുകൊണ്ട് തനിക്കായി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരുടെ ഹാബേൽ മുതൽ അവസാനം ക്രൂസിലെ കള്ളൻ വരെ അവിടെ വന്നിട്ടുണ്ട്. യേശു ആ മരിച്ചതിന് ശേഷമാണല്ലോ കള്ളൻ മരിച്ചത്.
യേശുവിന്റെ ആത്മാവ് പർദീസയിലേക്ക് പോയി. കുറെ കഴിഞ്ഞപ്പോൾ കള്ളന്റെ ആത്മാവ് അവിടെ വന്നു. അവിടെ ചെന്ന് യേശു ക്രിസ്തു അവരോട് പ്രസംഗിച്ചു, പ്രൊക്ലെയിം ചെയ്തു, വിളംബരം ചെയ്തു. എന്താണ്? 50-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അരിക്കൽ കൂട്ടുവീൻ. ഇവരെല്ലാം യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവരാ. കാൽവരി ക്രൂശിലെ യാഗമരണം കണ്ട് ആട്ടുംകുട്ടിയെ, മൃഗങ്ങളെ കൊന്ന് യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്ത വിശുദ്ധന്മാരാണ് ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാർ. അവരോട് എന്ന് പറഞ്ഞു, അവരെല്ലാം കർത്താവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിന് വേണ്ടി കാത്ത് മുൻപോട്ട് നോക്കി അവർ യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തു വരാം. കാരണം അവരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്ന, നിങ്ങൾ ആരെ നോക്കി യാഗം കഴിച്ചോ ആ യാഗം പൂർത്തീകരിച്ചു. കാൽവരി ക്രൂശിൽ ഞാൻ മരിച്ചു, മരണത്തെയും പാതാളത്തെയും ഞാൻ ജയിച്ചു. അതേ, ഇനി നിങ്ങളുടെ ആൺമക്കളെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, സ്വർഗീയ പർദീസയിലെ കവാടം തുറന്നു. സ്വർഗീയ പർദീസയിലേക്ക് കൊണ്ടുപോകാൻ തക്കൊണ്ട് വന്നിരിക്കാന്ന് പറഞ്ഞപ്പോൾ ഹാബേൽ മുതലുള്ള അബ്രഹാം, യാക്കോബ്, ഇസഹാക്ക്, പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം കടന്ന് ഉല്ലസിക്കാൻ തുടങ്ങി, സന്തോഷിക്കാൻ തുടങ്ങി. അവരെല്ലാം സന്തോഷിച്ച് ആർത്തട്ടസിച്ചു. എന്നിട്ട് അവരുടെ ആൺമക്കളെയും കൊണ്ട് അവിടുന്ന് ഇറങ്ങി വരുന്ന കാഴ്ച നമുക്ക് 2-ാം പാതാളത്തെ കുറിച്ചുകൂടെ ചിന്തിച്ചിട്ട് നമുക്കതിനെപ്പറ്റി ചിന്തിക്കാം. അത് ഞാനീ പറയുന്ന കാര്യം ദൈവവചനത്തിൽ വ്യക്തമായി ഓർപ്പിക്കുന്ന കാര്യമാണ്. ഇതിനെപ്പറ്റി ആരും തർക്കിക്കാനൊന്നും പറയണ്ട. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ടെലിഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ടെലിഫോൺ നമ്പറിൽ എന്നെ വിളിച്ചാൽ അവർക്ക് വ്യക്തമായിട്ടുള്ള മറുപടി വീണ്ടും ഞാൻ കൊടുക്കാം. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ആരും കയറി സംശയങ്ങൾ ചോദിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ക്ലാസ് ഒഴുക്കിൽ പോട്ടെ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമുണ്ട്, ഞാൻ ഫ്രീ ആണ്. അതെ, ഞാൻ വേറൊരു ക്ലാസ് എടുക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് ഏത് ഫോൺ വന്നാലും ഞാൻ എടുത്ത് അവർക്ക് ഉത്തരം കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ദൈവമക്കൾ ശ്രദ്ധിക്കുക. ഇനിയും കർത്താവ് അതേ അബ്രഹാം പറഞ്ഞു, മകനെ, ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ടും വരാനൊക്കത്തില്ല, അവിടുന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും വരാനൊക്കത്തില്ല, ഇതിന്റെ നടുവിൽ ഒരു വലിയ പിളർപ്പുണ്ട് എന്ന് പറഞ്ഞു. ആ പിളർപ്പിൽ ആരാ കിടക്കും നമുക്ക് ചിന്തിക്കാം. നമുക്ക് ആദ്യമേ 2 വാക്യങ്ങൾ വായിക്കാം. 2 പത്രോസ് 2-ാം അധ്യായം 4-ാമത്തെ വാക്യം എടുത്തൊരു വായിക്കാം. സ്തോത്രം. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും സൊദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. നോക്കണമേ, പാപം ചെയ്ത ഒരു കൂട്ടം ദൂതന്മാർ അവരെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. യൂദായുടെ ലേഖനം 6-7 വാക്യം ഹരിപ്പാട്ടിൽ നിന്ന് നമ്മുടെ ലിബിയ വായിക്കും. 6-7 വാക്യം വായിച്ചാൽ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ചു നടന്നതിനാൽ നിത്യാജ്ഞയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പത്രോസും യൂദായും ഈ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത് പാപം ചെയ്ത ദൂതന്മാരെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് എന്നേക്കുമുള്ള ന്യായവിധിക്കായി അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഓടിച്ചു പറയാൻ കാരണം കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഞാൻ നിർത്തി പറഞ്ഞാണ്. ഇനി പുതിയ വിഷയമാണ് എടുക്കുന്നത്. ഇനി എടുക്കുന്ന ക്ലാസ് ശാന്തമായി നിന്ന് നിങ്ങളെ മനസ്സിലാക്കത്തക്കൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പത്രോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, പാപം ചെയ്ത ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി അന്ധകാരത്തിന് കീഴിൽ ചങ്ങലയിട്ട് ന്യായവിധിക്കായി അന്ധതമസിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്യം അതുപോലെ ആയിരിക്കണമെന്നില്ല, അല്പം കുറിച്ചിട്ട് മാറിപ്പോട്ടുണ്ട്. ഇതെല്ലാം കാണാതെ പറയുന്നല്ലേ. അപ്പൊ അങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത് പത്രോസിന് വെളിപ്പെട്ടു. യൂദാ പറയുന്നത് അവരെ കുറിച്ച് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി
എന്നേക്കുമുള്ള ചങ്ങലിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. യൂദായുടെ ഈ ലേഖനം തകർപ്പൻ ലേഖനം കേട്ടോ. അദ്ദേഹം വാസ്തവത്തിൽ ഒരു ചെറിയ ബൈബിളാണ്. ആകെ 25-26 വാക്യം. ആ 26 വാക്യങ്ങളിൽ 25 വാക്യങ്ങളിൽ യൂദ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ ഒരു സഹോദരനാ കേട്ടോ. ഏഞ്ചലെ മോളെ, യേശുവിന്റെ സഹോദരനാ. കെട്ടിയാന്ന യൂദ അല്ല കേട്ടോ. കെട്ടിയാന്ന യൂദ മരിച്ചുപോയി. ഇത് യേശുവിന്റെ സഹോദരനായ യൂദയാണ്. പിന്നെ ഏഞ്ചലിന്റെ ശബ്ദം പോകുന്നു എനിക്കൊരു പേടി. കാരണം ഒരു ജോലിയോടുള്ള ഭയങ്കര ബന്ധപ്പാടും കഷ്ടപ്പാടും നോക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ നോക്കി ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. യോഗം കഴിഞ്ഞിട്ട് ഞാൻ മോളെ വിളിച്ച് ഇതിനെപ്പറ്റി ചോദ്യം ചോദിക്കുന്നതായിരിക്കും. അപ്പം അശ്രദ്ധ അടിക്കുന്ന ഡോൺ മോനന്തിയ ഉണ്ടല്ലോ, ചോദ്യം ചോദിക്കും കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഉണ്ടോ. അപ്പം ഇവിടെ വായിക്കുന്ന ദൂതന്മാര് ഇപ്പോഴേ അജി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ രജിത? ശ്രദ്ധിക്കുന്നുണ്ട്. പാപം ചെയ്ത ദൂതന്മാര് അന്ധതമസിന്റെ ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. യൂദാവര് പറയുന്നു, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ അത് ന്യായവിധിക്കായി സൂക്ഷിച്ചിരിക്കുന്നു. നമുക്ക് ഞാൻ വാക്യങ്ങൾ ഓരോന്നെടുത്ത് നമുക്ക് വ്യാഖ്യാനിക്കാം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ചിന്ത വരുന്നത് ഇത് ലൂസിഫറും കൂട്ടരുമാണെന്നുള്ളതാണ്. ലൂസിഫറും കൂട്ടരല്ല ഇത്. ലൂസിഫറും കൂട്ടറിന്റെ പാപം എന്ന് പറഞ്ഞാൽ നെഹളമാണ്. അവര് ഇപ്പോഴേ അന്ധകാരത്തിന് കീഴിലല്ല സൂക്ഷിച്ചിരിക്കുന്നത്. അവരെ നരകത്തിലല്ല ഇപ്പൊ സൂക്ഷിച്ചിരിക്കുന്നത്. അതേ ഈ ഇടയ്ക്കുള്ള 2ാം പാതാളത്തിലല്ല സൂക്ഷിച്ചിരിക്കുന്നത്. ലൂസിഫറിന്റെയും കൂട്ടറിന്റെയും പാപം എന്ന് പറയുന്നത് നെഹളമായിരുന്നു. അവര് ഇന്ന് ഭൂമിയിലുണ്ട്, ഈ ലൂസിഫറും കൂട്ടർ. അവര് ആകാശത്തിൽ കൂടെ അവര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ആകാശത്തിന്റെ അധികാരത്തിനും എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അതുപോലെ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 6:12 എടുത്തോട്ട് വായിച്ചു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ? അതിൽ ലോകങ്ങളിലെ ദുഷ്ടാത്മ സേന എന്ന് പറയുന്നത് അതിന്റെ ഇംഗ്ലീഷിൽ അതിന്റെ വാക്ക് ഹൈ പ്ലേസസ് എന്നാണ്. ഉന്നത സ്ഥലങ്ങളിലെ ദുഷ്ടാത്മ സേന. പിന്നെ അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ അധിപതി. മനസ്സിലായോ? അപ്പൊ ലൂസിഫറും കൂട്ടരും ഇപ്പോഴേ അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചു വെച്ചിരിക്കല്ല. അവരുടെ വാസം ഉന്നത സ്ഥലങ്ങളിൽ കൂടി ആകാശത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവർ ഈ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിന്റെ പ്രഭു സാത്താനെ ഈ ലോകത്തിന്റെ പ്രഭുവായിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പരീക്ഷ സന്ദർഭങ്ങളിൽ സാത്താൻ എന്ന് പറഞ്ഞത്, സകല ലോകവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാനിതെല്ലാം നിനക്ക് തന്നേക്കാം. ഇതെല്ലാം എന്റേതാന്ന് പറഞ്ഞത് യേശു എതിർത്തില്ല. ശരിയാ, സാത്താൻ പറഞ്ഞ സത്യമാണ്. ചിലപ്പോൾ സാത്താൻ സത്യം പറയും. ഞാൻ പറഞ്ഞ സത്യമാണ്. സാത്താൻ ഉണ്ടല്ലോ ദൈവത്തിന്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനാ. ദൈവവചനത്തെങ്കിൽ വിറയ്ക്കുന്നവനാ. സാത്താൻ അറിയാൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന്. അപ്പം ഈ സാത്താൻ അല്ലെങ്കിൽ ലൂസിഫറും കൂട്ടരും ഇപ്പോൾ തന്നെ ഭൂമി കൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരെ കുറിച്ച് വായിക്കുന്നത് അത് പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. അവര് ഉലാത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങൾ, അതിനെക്കുറിച്ച് 1 പത്രോസ് 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എന്താ വായിക്കുന്നു? നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങിയെടുത്തറിയാതെ ചുറ്റി സഞ്ചരിക്കുന്നു. ഇല്ലേ? നമ്മളിങ്ങനെ വായിക്കും. അതുപോലെ തന്നെ ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ഉം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കാൻ എളുപ്പം വായിച്ചു. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. ഏഞ്ചൽ മോളെ 2-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചേ. മോൾ അങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല. 2-2 വായിച്ചേ. ഇയ്യോബ് 2:2.
ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഭൂമിയിൽ അല്പം നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. ഞാൻ ഭൂമിയിൽ, അത് പിന്നെ ഏഞ്ചൽമോന്റെ ശബ്ദം എന്നാന്നുള്ള ശബ്ദം അറിയാം, പക്ഷേ നെറ്റിന്റെ പ്രശ്നങ്ങളാണ്. അത് നമ്മൾ എല്ലായിടത്തും ഉണ്ട്, ഇവിടെയും വരും നെറ്റിന്റെ പ്രോബ്ലം. എന്നാൽ ആ വായന നല്ല ലാവണ്യ വാക്കുകൾ പോലാണ് ഏഞ്ചൽ അത് വായിക്കുന്നത്, മനോഹരമായ വായന. അത് സാത്താൻ്റെ ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിൽ കൂടെ ഊടാടി വരുന്നു. അപ്പൊ സാത്താൻ എന്ത് ചെയ്യുക? ഇപ്പോഴേ ഭൂമിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഊടാടിക്കൊണ്ടിരിക്കുക. മോനെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്ന് ചിരിച്ചോണ്ടിരിക്കണം. സാത്താൻ ഇപ്പൊ ഈ ഭൂമിയിലുണ്ടെന്നേ, ഊടാടിക്കൊണ്ടിരിക്കുക. അതുപോലെ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യം എങ്ങനെ? രചിത അജി എന്ന് വായിച്ചേ, 1 പത്രോസ് 5:8 ഒന്ന് വായിച്ചേ. മോളോടൊന്ന് വായിച്ച് സഹായിച്ചേ. അതങ്ങോട്ട് പിന്നെ ഓഫേ കിടക്കാം മോളെ. അത് അരുന്നില്ല. ഓക്കെ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. അത് വായിച്ചേ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ഇപ്പൊ ഈ ലൂസിഫറും കൂട്ടരുണ്ടല്ലോ, ഇപ്പൊ ചുറ്റി നടക്കുക ഈ ഭൂമിയിലുണ്ട് പിശാചുക്കൾ. കോടിക്കണക്കിന് പിശാചുക്കളുണ്ട്. പിശാച് ഇല്ല എന്ന് പറഞ്ഞാൽ അത് അബദ്ധം പറയുകയാണ്. പിശാച് ഉണ്ട്. ദൈവം സൃഷ്ടിച്ച മനോഹരമായ ദൂതന്മാരാണ് ഇവർ. ആ ലൂസിഫറിനെ കുറിച്ച് എല്ലാം നമുക്കറിയാം. ലൂസിഫറിനെ കുറിച്ച് എസെക്കേൽ പ്രവചനം 28-ാം അധ്യായത്തിലും യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലും ആണ് ലൂസിഫറിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. യെസെക്കേൽ പ്രവചനം 28-ാം അധ്യായം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12 മുതലുള്ള വാക്യങ്ങളാന്ന് തോന്നുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, അർണോദയം അല്ല, നിങ്ങൾ നീതികേട് കാണുന്നവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ദൈവം വളരെ വിചിത്രമായി മനോഹരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ദൂതനാണ് ലൂസിഫർ. പക്ഷെ ലൂസിഫർ എന്ത് ചെയ്തു? ദൈവം അവന് അവൻ പാട്ട് പാടുമ്പോൾ ചിറക് വിടർത്തി ഇങ്ങനെ മറയ്ക്കുമായിരുന്നു. ചിറക് വിടർത്തി ഇങ്ങനെ മറയ്ക്കുമ്പോൾ അവന്റെ ചിറകിൽ നിന്ന് മനോഹരമായ ഗാനങ്ങൾ പുറപ്പെടുമായിരുന്നു. സകല ഇൻസ്ട്രുമെന്റും ഘടിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമായിരുന്നു അതേ ലൂസിഫറിന്റെ ചിറക് വിടർത്തുന്ന ഉണ്ടാകുന്ന അനുഭവം. 28-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളിലാണ് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ മനുഷ്യപുത്ര, സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായി ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിൽ ഉള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബ് ആകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ് നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. ഇതിനെപ്പറ്റി നമ്മള് ലൂസിഫറിനെ കുറിച്ച് വിവരിപ്പാനല്ല ഞാൻ വന്നത്. സോർ രാജാവിന്മേൽ സാത്താൻ പ്രവേശിച്ച് പ്രവർത്തിച്ച രംഗത്തെക്കുറിച്ച് അവനിൽ വ്യാപരിച്ച അതേ പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ചാണ്, അവനെ പറ്റിയുള്ളൊരു വിശദീകരണമാണ് നമുക്കിവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. അതേപ്പറ്റി അറിയണമെങ്കിൽ നമുക്ക് മറ്റൊരു സന്ദർഭം ചിന്തിക്കാം. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളും ലൂസിഫറിനെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. അവിടെ വായിച്ചേ, യെശയ്യാ 14-12 മുതൽ വായിച്ചേ. പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തര ദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. അവിടെ നമുക്ക് 5 മിനിറ്റ് ചിന്തിച്ചിട്ട് പോവാം. അവിടെ
അർണോദയ പുത്രനായ ശുക്ര എന്നുള്ളത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സൺ ഓഫ് ദ മോർണിംഗ്, ഓ ലൂസിഫർ, സൺ ഓഫ് ദ മോർണിംഗ് എന്നാണ്, ഓ ലൂസിഫർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിലാണ് ലൂസിഫർ എന്നുള്ള പേര് നമുക്ക് കിട്ടുന്നത്. അർണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വിട്ടിട്ട് താഴെ പോകും? ലൂസിഫറിനെ ദൈവം മറ്റ് ദൂതന്മാരെക്കാളെല്ലാം കുറച്ച് പ്രതാപം കൊടുത്തു. ഇവന്റെ തൊഴിലെന്ന് പറഞ്ഞാല് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു തൊഴിലായിരുന്നു. ഇവൻ മാത്രമല്ല, ഇവന്റെ ആധിപത്യത്തിലുള്ള സകല ദൂതന്മാർ അവരെല്ലാരും കൂടെ ഒന്നിച്ചാണ് ദൈവത്തിന്റെ സന്ധിയിൽ പാട്ട് പാടാതെ കൊണ്ട് കടന്നു ചെല്ലുന്നത്. അവനെക്കുറിച്ച് വായിക്കുന്നു, ഇവൻ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇവൻ ഈ ഭൂമിക്ക് 3 ഘട്ടങ്ങളുണ്ട് കേട്ടോ. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആദി ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, മനോഹരമായി സൃഷ്ടിച്ച ഭൂമി. രണ്ടാമത് അത് പാഴ്ശൂന്യമായി പോയി. ദൈവം ഒരിക്കലും ഭൂമിയെ പാഴ്ശൂന്യമായി സൃഷ്ടിക്കത്തില്ല. യെശയ്യാപ്രവചനം 45-ാം അധ്യായം 18-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ആകാശത്തെ നിർമ്മിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, പാർപ്പിനത്രേ അവൻ അതിനെ നിർമ്മിച്ചത്. ഈ ഭൂമിയെ പാർപ്പിനായിട്ട് നിർമ്മിച്ച ഭൂമിയാണ്. എന്നാൽ ലൂസിഫറിന്റെയും കൂട്ടരുടെയും പാപനിമിത്തം അത് പാഴ്ശൂന്യായിപ്പോയി. ആദിമ ഭൂമിയിൽ ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ച ഭൂമി ഒരു സ്വർഗീയ ഗോളം പോലെയായിരുന്നു. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്, സ്വർഗത്തെയും ഭൂമിയെയും പിന്നെയും ഒന്നാക്കുക എന്ന്. ഭാവിയിൽ അത് സംഭവിക്കും. സ്വർഗത്തെയും ഭൂമിയെയും പിന്നെ ഒന്നാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ പുതിയ ആകാശവും പുതിയ ഭൂമിയാക്കുന്ന ഒരു സന്ദർഭം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പിന്നീട് ദൈവം അതിനെ പുതുക്കി കൊണ്ടുവരുമ്പോൾ അതൊരു സ്വർഗീയ ഗോളം പോലെ ആയിരിക്കും. അതിനെക്കുറിച്ചാണ് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്, സ്വർഗത്തെയും ഭൂമിയെയും പിന്നെയും ഒന്നാക്കുക. ലൂസിഫറിന്റെ പാപം നിമിത്തം അവർ നെഗളിച്ചു. അവന്റെ നെഗളം എന്തായിരുന്നു? ഈ ഭൂമിയിൽ ഒരു ഏദൻ തോട്ടം ഉണ്ടായിരുന്നു. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. മനോഹരമായി സൃഷ്ടിച്ച സ്വർഗീയ ഗോളമായിരിക്കുന്ന ഈ ഭൂമി തന്നെ ഒരു ഏദൻ തോട്ടം ഉണ്ടായിരുന്നു. അവൻ അവിടെ ഇരിക്കുകയാണ്. അവൻ അവിടെ ഇരുന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കിയപ്പോൾ അവൻ ദൈവത്തെ കണ്ടു. കാരണം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നിച്ചിരുന്ന് ഐക്യത്തോടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന കാഴ്ച ഇവൻ കണ്ടു. അപ്പൊ ഇവന്റെ ഉള്ളത്തിൽ നെഗളം വന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന പ്രവർത്തനം എന്ന് കണ്ടപ്പോൾ ഇവൻ ഈ ഭൂമിയിലെ ഏദൻ തോട്ടത്തിൽ ഇരുന്നുകൊണ്ട്, അതെ ദൈവത്തിന്റെ തോട്ടമായി ഏദനിലായിരുന്ന ഇവൻ സ്വർഗത്തേക്ക് നോക്കിയപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അവരുടെ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ. ഇവന്റെ ഉള്ളം സാഹസം കൊണ്ട് നിറഞ്ഞു. ഇവനും ആഗ്രഹിച്ചു, അവരിൽ ഒരുത്തനെ പോലെ ആകാൻ ആഗ്രഹിച്ചു. അവരിൽ ഒരുത്തനെ പോലെ ആകാനാണ് ഇവൻ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ഇവന്റെ ആധിപത്യമുള്ള ദൂതന്മാരോട് പറഞ്ഞു, നമുക്ക് ഇനി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഈ സ്ഥാനം കൈവശപ്പെടുത്തണം. അവൻ പറഞ്ഞത്, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, നക്ഷത്രങ്ങൾക്ക് മീതെ കയറും, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ സ്ഥാനത്തോണ്ട് വെക്കും, ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ ഞാൻ ഇരുന്ന് ഉരുളും. ഇരുന്ന് അരുളുന്ന നാളെ അമ്മാമ്മ വെച്ച് ഇരുന്ന് ഉരുളുന്ന, ഞാനും അത് അറിയാതെ പറഞ്ഞു പോയി. ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ ഞാൻ ഇരുന്ന് അരുളും എന്ന് ഒരു അമ്മച്ച വായിച്ചാണ് ഇരുന്ന് ഉരുളുന്നു. ഉരുളാനല്ല, അവിടെ വാഴാനാണ് അവൻ ആഗ്രഹിച്ചത്. ഇവനിപ്പോൾ പാടി സ്തുതിക്കാൻ തൊക്കണം സ്വർഗത്തിലോട്ട് ഇങ്ങനെ കയറി ചെല്ലുകയായി. ഈ പ്രചരണം ഇവന്റെ ആധിപത്യമുള്ള ദൂതന്മാരെ എല്ലാം അറിയിച്ചു. അവരെല്ലാം ഇവനോട് ചേർന്നു. കോടിക്കണക്കിന് ദൂതന്മാരുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഇപ്പൊ ദൈവത്തെ പാടി സ്തുതിക്കാൻ സ്വർഗത്തിലേക്ക് കരേറി പോകുന്നത് എന്തിനാണെന്നറിയാമോ? ഇവൻ ആ സിംഹാസനത്തിന്റെ ഒപ്പം ഇരുന്ന് ലോകത്തെ ഭരിക്കാൻ തക്കണം അത്യുന്നതനോട് സമനാകും എന്നാ പറഞ്ഞത്. ഞാൻ അത്യുന്നതനോട് സമനാകും. അപ്പൊ അത്യുന്നതനായ ദൈവത്തോട് സമനായിരുന്ന് അവിടെ വാഴാൻ തക്കൊണ്ട് ആഗ്രഹിച്ച് കടന്നിരിക്കുക, പാടാൻ വേണ്ടിയല്ല. അങ്ങനെ കയറി ചെല്ലുന്ന ഇവന്റെ അന്തർഭാഗം ഉണ്ടല്ലോ, എസെക്കേൽ പറഞ്ഞ 28-ാം അധ്യായവും യെശയ്യാ 14-ാം അധ്യായം ചേർത്ത് വായിക്കണം. ഇവന്റെ അന്തർഭാഗം കർത്താവ് കണ്ടു. അവന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. അവനിങ്ങോട്ട് സ്തുതിക്കാൻ വരുന്ന പോലെ വരുന്ന സമയത്ത് അവിടം വരെ എത്തുന്നതിന് മുമ്പ് തന്നെ അവനെ വെട്ടി താഴെയിട്ടു. അതുകൊണ്ടാണ് വായിക്കുന്നത്, ഓ സൺ ഓഫ് ദ ലൂസിഫർ, അർണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടായിട്ട് താഴെ വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ നിലത്തെ വീണു? അവനുള്ള പ്രഭ എടുത്തു കളഞ്ഞു, അവനുള്ള തേജസ് എടുത്തു കളഞ്ഞു. അങ്ങനെയാണ് പിശാചുക്കളാ ലോകത്തുണ്ടാകാൻ കാരണം. പിശാചുക്കളുടെ വലിയ പ്രവർത്തനം നമുക്കിവിടെ കാണുവാൻ കൊണ്ട് കഴിയും.
അപ്പോൾ ഈ രണ്ടാം പാതാളത്തിൽ കിടക്കുന്ന ഈ പാപം ചെയ്ത ദൂതന്മാർ എന്ന് പറയുന്നത് ലൂസിഫറും കൂട്ടമല്ല. അവരെ ദൈവത്തിന്റെ തോട്ടമായ ഏതെങ്കിലും ഭൂമിയിൽ നിന്ന് വലിച്ചെറിഞ്ഞു, അവരുടെ സ്ഥാനമെടുത്ത് കളഞ്ഞു. ആ സ്ഥാനമെടുത്ത് കളഞ്ഞ് അവർ അന്ധകാരത്തിന്റെ അതേ ആ അന്ധകാരം അവരിന്മേൽ വ്യാപരിച്ചു. അവരുടെ പ്രഭ പോയി. ദൈവത്തെ പാടി സ്തുതിക്കുന്ന അവരുടെ ഇൻസ്ട്രുമെന്റ് ചിറക് വിടർത്തുമ്പോൾ അത് എല്ലാ കീബോർഡും എല്ലാം ആ ചിറകിൽ നിന്ന് പുറപ്പെടുമായിരുന്നു. അത്രമാത്രം വിചിത്രമായിട്ടായിരുന്നു ലൂസിഫറിനെയും കൂട്ടരും നിർമ്മിച്ചത്. അങ്ങനെ അവൻ പിശാചുക്കളായി മാറി, സാത്താനായി മാറി. സാത്താൻ ഇപ്പോൾ ലോകത്തിന്റെ പ്രഭുവ. അതുപോലെ തന്നെ ആദാമിന് ഹവ്വായെ ഇതേ തോട്ടത്തിൽ ഇതുപോലെ പുതുക്കപ്പെടുന്ന ഏദൻ തോട്ടത്തിൽ പുതുക്കപ്പെടുന്ന ഭൂമിയിൽ ഉണ്ടാക്കി സ്ഥാപിച്ച ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ ലൂസിഫർ നോക്കിയപ്പോൾ അവനിരുന്ന സ്ഥാനത്ത് ആദാമും ഹവ്വായും ഇരിക്കുന്നു. അതുകൊണ്ട് തന്ത്രപൂർവ്വം കടന്നു വന്ന് ആദാമിനെ ഹവ്വായെയും വീഴ്ചിരുന്നു. അതുകൊണ്ട് ആദാമിനോട് പറഞ്ഞു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭൂമി ശപിക്കപ്പെട്ടു പോയി. ഇപ്പൊ ഈ സാത്താന്റെ കൈവശമായിരിക്കുകയാണ്. ദൈവം 6 ദിവസം കൊണ്ട് പുതുക്കപ്പെടുന്ന ഭൂമിയാണിത്. അതിൽ വലിയ പ്രതീക്ഷയോടെ മനുഷ്യനെ അവന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിലും ഉണ്ടാക്കിയതാണ്. അവനെ പിടിച്ച് അവിടെ ആക്കിയപ്പോൾ അവനും പാപം ചെയ്ത് സാത്താൻ കൊണ്ടുവന്ന ഇച്ഛയിൽ അവനും വീണ് തകർന്നു പോയി. അങ്ങനെ അവൻ ഈ ലോകത്തിന്റെ പ്രഭുവായി. അവൻ ഉന്നത സ്ഥലങ്ങളിലെ ദുഷ്ടാത്മസേന. ഇവന്റെ ന്യായവിധി നടക്കുന്ന എപ്പോഴാണെന്നറിയാമോ? പത്രോസിന്റെ ലേഖനത്തിന് മുമ്പ് നമ്മൾ വായിച്ച പോലെ, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് അറിയാതെ ചുറ്റിത്തിരിഞ്ഞടക്കും. ഇനി ഇവരുടെ ന്യായവിധി ഇവരുടെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഇവരെ വെട്ടി താഴെയിടുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 9 വരെ. ഞാൻ ലൂസിഫറിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, വായിച്ചേ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. സ്തോത്രം. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ലൂസിഫറിനെയും കൂട്ടരെയും ഇപ്പൊ എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പക്ഷത്തേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകർഷണം കൊണ്ടുവന്ന് നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ തക്കണം നോക്കുകയാണ്. ദൈവത്തിന്റെ കൂട്ടായ്മ നമ്മളെ പറിച്ചു കളയാൻ തക്കണം നോക്കാണ് സാത്താൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മഹോദരകാലത്തിന്റെ മധ്യത്തിൽ നടക്കുന്ന സംഭവമാണ് വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ അതിനെക്കുറിച്ചെല്ലാം, സാത്താന്യ ലോകം എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ്. അതെല്ലാം നമ്മൾ പടിപടിയായി പഠിച്ചു പോകും. കർത്താവിനെ കുറിച്ച് അതേ പരീക്ഷന്മാർ പറഞ്ഞല്ലോ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസോബിലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് പറഞ്ഞില്ലേ? അപ്പൊ കർത്താവ് ചോദിച്ചു, സാത്താനെ പുറത്താക്കുന്നെങ്കിൽ സാത്താന്റെ രാജ്യം ഛിന്ന ഭിന്നമായി പോകുമല്ലോ. അപ്പൊ സാത്താൻ ഒരു രാജ്യമുണ്ട് കേട്ടോ. ആ കാര്യം നമ്മളെ പ്രത്യേകമായി ഓർക്കണം. സാത്താൻ ഈ ലോകത്തിന്റെ പ്രഭുവായി ഓരോ ഏറിയായി. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിന്നത് സാത്താനാണ് തടസ്സപ്പെടുത്തിയത്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നെ തടഞ്ഞു നിർത്തിയെന്ന് വായിക്കുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും സാത്താൻ പ്രഭുക്കന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും പ്രഭുക്കന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിപ്പാട്ട് ഒരു സാത്താനെ ആക്കി വെച്ചിട്ടുണ്ട്. അവൻ ആ പഞ്ചായത്തിന്റെ ഒരു പ്രഭുവാണ്. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് പാഠശാലയിൽ ഒരു സാത്താനെ ഒരു പ്രഭുവിനെ ആക്കി വെച്ചിട്ടുണ്ട്. അവൻ ആ പാഠശാലയുടെ ഒരു പ്രഭു. പിന്നെ പഞ്ചായത്തിന്റെ, വില്ലേജിന്റെ ഓരോ പ്രഭുക്കന്മാരെ ആക്കി വെച്ചിട്ടുണ്ട് പ്രവർത്തിക്കാൻ തക്കണം. ഞാൻ പറഞ്ഞത് കുഞ്ഞുകളിയല്ല കേട്ടോ. സാത്താന് ഒരു രാജ്യമുണ്ട്. പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് വായിക്കുന്നില്ലേ? ദാനിയേൽ പ്രവചനത്തിൽ യവന പ്രഭു എന്ന് വായിക്കുന്നില്ലേ? ഇവിടെ എല്ലാം ഓരോ പ്രഭുക്കന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അമേരിക്ക അറ്റ്ലാന്റയിലാണ്. ഇവിടെ ഒരുത്തനെ ആക്കി വെച്ചിട്ടുണ്ട് സാത്താൻ. അവന്റെ അനുയായികൾ ഇവിടെ ഭയങ്കര പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അല്ലേ ഏഞ്ചൽ മോളെ ആൾക്കാർ പ്രവർത്തിച്ചിട്ടില്ലേ ഈ ഊമക്കത്തൊക്കെ അയക്കുന്നത്?
ഈ ചിലരുണ്ടല്ലോ ഈ ഊമക്കത്തൊക്കെ അയക്കുന്നത് ഇവന്റെ പ്രവർത്തന. സാത്താൻ ഓർത്തനെ പിടിച്ച് എഴുതടാ വേറൊരുത്തന്റെ പേര് വെച്ച ഊമക്കത്ത്. ഇപ്പൊ ടെക്സ്റ്റ് അയക്കുക, ടെക്സ്റ്റ് അയച്ചിട്ട് വേറൊരാളുടെ പേര് വെച്ചാണ് അയച്ച് എത്രയോ പെൺകുട്ടികളെ എത്രയോ ആൺകുട്ടികളെ വശത്താക്കി സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വശീകരണത്തിന്റെ ശക്തിയുടെ പ്രവർത്തനം ഈ നൂറ്റാണ്ടുകളിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നിർമ്മതരായിരിക്കും, ഉണർന്നിരിക്കും. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്നറിയാതെ ചുറ്റിത്തിരിഞ്ഞടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ മഹോദരകാലത്തിന്റെ മധ്യത്തിൽ പ്രധാന ദൂതനാകുന്ന മീഖായേലും സാത്താൻ തമ്മിൽ ആകാശത്ത് വെച്ച് വലിയൊരു പടവട്ടുണ്ടാകും. അന്നേരാണ് അവന്റെ സിംഹാസനം ആകാശത്ത് സ്ഥാപിച്ചിരിക്കുക, ആകാശത്തിന്റെ അധികാരത്തിന്. ആ യുദ്ധത്തിൽ മീഖായേൽ ജയിക്കും, സാത്താനും കുട്ടരും ഭൂമിയിലേക്ക് എന്നേക്കുമായി ആകാശം താഴെ പോരും. അപ്പോഴാണ് പറയുന്നത് ഭൂമിക്ക് സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അരിക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. പിശാചിന് ബോധമുണ്ട് ഇനി അല്പകാലം ഉണ്ടെന്ന്, നമുക്ക് ആ ബോധമില്ലാത്ത ഏതൊരു സ്തോത്രം. പിശാചിന് പോലും തന്റെ സമയത്തെക്കുറിച്ച് ഭയങ്കര തിട്ടമാണ്. അതുകൊണ്ട് എന്തോ ഒരു പ്രവർത്തന ഡോൺമാനെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഏഞ്ചലെ തലേന്ന് നോക്കി വെച്ചേ. അത് പിശാജാണെങ്കില് പിശാജ് ആ 12ാം അധ്യായത്തിൽ നമ്മുടെ രചിത വായിച്ച കേട്ടോ, പിശാജ് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കും. സാത്താൻ സമയത്തെക്കുറിച്ച് ഭയങ്കര ബോധമാണ്. സമയത്തിന് മുമ്പ് എന്നെ ദണ്ഡിപ്പിക്കരുത്, പുള്ളിക്കറിയാം എനിക്കൊരു സമയം വെച്ചിട്ടുണ്ട്, അന്ന് എന്നെ പിടിച്ച് തകർക്കുമെന്ന് ഇവൻ അറിയാം. അതിനു മുമ്പ് ഇവൻ കുറെ പേരെ കൂടെ കൊണ്ടുപോകാൻ തക്കവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മമുള്ളവരായിരിക്കണം, ഉണർന്നിരിക്കണം. സാത്താൻ എന്നാ പിടിച്ചു കിട്ടുന്നത്? വെളിപ്പാട് ദിവസം 20-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ്. അന്ന് വായിച്ച് അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരുപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചു വിടേണ്ടതാകുന്നു. നെറ്റിന്റെ പ്രോബ്ലം തീർന്നു കേട്ടോ. അവിടെ ഇരുന്ന് എന്നും വായിക്കാമല്ലോ. നോക്കണമേ, ഇപ്പൊ സാത്താനെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലിട്ട് പൂട്ടിയിരിക്കാം കേട്ടോ. ഇത് എപ്പോഴാണ് നടക്കുന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്പൊ രണ്ടാമത് പറയാൻ നമ്മൾ കാത്തിരിക്കല്ലേ. അത് കഴിഞ്ഞ് നമ്മളെ കൊണ്ട് സ്വർഗത്തിൽ പോകും. അത് കഴിഞ്ഞ് 7 വർഷം മഹോദരകാലമാണ്, അന്തിക്രിസ്തുവിന്റെ ഭരണമാണ്. ആ 7 വർഷം കഴിഞ്ഞ് കർത്താവ് നമ്മളുമായി ഭൂമിയിൽ വരും. അതാണ് വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ വായിക്കുന്നത്. നമ്മളുമായി ഭൂമിയിൽ വന്നിട്ട് 20-ാം അധ്യായത്തിൽ സാത്താൻ, അന്നേരമാണ് ഹർമഗദോൻ യുദ്ധം ഉണ്ടാകുന്നത്. മെഗിദ്ദോ താഴ്വരയിൽ ഉണ്ടാകുന്ന യുദ്ധമാണ് യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരുമായി വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വലിയ യുദ്ധം ഉണ്ടാകും. ആ യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. ഇനിയിപ്പം 3 യുദ്ധം നടക്കാനുണ്ട്. ഒന്ന് റഷ്യ ഇസ്രായേൽ യുദ്ധം. അതാണ് ഇപ്പം ഞാൻ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. താമസിയാതെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ആ യുദ്ധത്തെക്കുറിച്ച് പ്രസംഗിക്കും. ആ യുദ്ധം യെസക്കേൽ പ്രവചനം 38-ഉം 39-ഉം അധ്യായങ്ങളിൽ വാക്യസഹിതം പറഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ നടക്കാൻ പോകുന്ന റഷ്യ ഇസ്രായേൽ യുദ്ധം എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ആ യുദ്ധം ആരംഭിക്കാൻ സമയമായി. എത്രയും താമസിയാതെ ആ യുദ്ധം നടക്കും എന്നുള്ളത് ഇന്നത്തെ ലോകത്തിന്റെ സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സമയത്തെക്കുറിച്ച് വലിയ ബോധം ഉണ്ടായിരിക്കണം. ആ യുദ്ധത്തോടുള്ള നടക്കാറായി എന്നുള്ള ലക്ഷണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. യേശു വന്ന് നമ്മളെ ചേർത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നെ ഈ ഭൂമിയിൽ നടക്കുന്ന മഹോദരകാലം 7 വർഷം ഈ ഭൂമിയിൽ അന്തിക്രിസ്തുവിന്റെ ഭരണം ഉണ്ടായിരിക്കും. ആ 7 വർഷം കഴിഞ്ഞ് 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു തന്റെ വിശുദ്ധന്മാരുമായി നമ്മളൂടെ ഉൾപ്പെടുത്തി മഹാസൈന്യത്തോടെ, സ്വർഗീയ ദൂതന്മാരുടെ സൈന്യത്തോടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ചെയ്യുന്ന കാര്യമാണ് സാത്താനെ പിടിച്ച് 1000 ആണ്ടയ്ക്ക് ചങ്ങലയിട്ട് പൂട്ടും. അതാണ് ഈ സാത്താനെ, ഇത് അന്ത്യന്യായവിധിയല്ല. 1000 ആണ്ട് ഈ ലോകം കർത്താവ് സഹസ്രാബ്ദ വാഴ്ച 1000 ആണ്ട് വാഴ്ച നടത്താൻ പോവുകയാണ്. അന്നേരം സാത്താൻ ഈ ലോകത്തിലില്ല. 1000 ആണ്ടയ്ക്ക് അവനെ ചങ്ങലയിട്ട് പൂട്ടും. 1000 ആണ്ട് കഴിയുമ്പോൾ ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അകാത്ത് തള്ളിയിട്ട് അടച്ചു കൂട്ടുകയും മീതെ മുദ്രയും ചെയ്യും.
അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. അല്പകാലത്തേക്ക് അഴിച്ചുവിടുന്നത് അടുത്ത സെക്ഷനിൽ നമുക്ക് കാണുവാൻ തക്ക കഴിയും. 1000 ആണ്ട് കഴിഞ്ഞ് അതിനുശേഷമാണ് സാത്താനെയും കൂട്ടരെയും എന്നേക്കുമുള്ള തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ തക്ക കഴിയും. എന്നേക്കുമുള്ള തീപ്പൊയ്യിൽ തള്ളിയിടും. അതാണ് ലൂസിഫറിന്റെ അന്ത്യന്യായവിധി. എന്നാൽ ഇവിടെ യൂദായും, ഇനി ആ വിഷയത്തെക്കുറിച്ച് ഒരു 15 മിനിറ്റ് പറഞ്ഞിട്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാം. ഇവിടെ കാണുന്ന പാപം ചെയ്ത ദൂതന്മാർ ലൂസിഫറും കൂട്ടരും അല്ല. ലൂസിഫറിന്റെ കൂട്ടരെ പാപം നഗളമെന്ന പാപമായിരുന്നു. ഇവിടെ അവരുടെ പാപത്തെക്കുറിച്ച് യൂദ വ്യക്തമായി അതിന്റെ 6-7 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വാക്യം എടുത്തവരെ ഒന്നുകൂടെ വായിക്കാം. യൂദാ ലേഖനം 6-ാം അധ്യായം, അല്ല ഒരധ്യായം ഉള്ളൂ, 6-7 വാക്യങ്ങൾ വായിച്ചാണ്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യ ആജ്ഞയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഇവരുടെ പാപം എന്താണെന്നുള്ളത് യൂദാ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മുടെ ഇടയിൽ അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏതാന്ന് ചോദിച്ചാൽ, ഈ ദൂതന്മാർ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ, അവർക്കൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അത് പറഞ്ഞിട്ട് പറയാണ്, അതുപോലെ, ഏതുപോലെ? ഈ ദൂതന്മാരെ പോലെ, അതുപോലെ സോദോമും ഗോമറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ദൂതന്മാർക്ക് സമമായി ദുർനടപ്പാചരിച്ചു, അന്യജഡം മോഹിച്ചു. അതിനാൽ നിത്യാജ്ഞയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അപ്പൊ ദൂതന്മാരുടെ ഈ പാപം എന്ന് പറയുന്നത് അന്യജഡം മോഹിച്ചു നടന്നതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ തലമുറ കയറാൻ അല്പം വിഷമമുള്ള, പക്ഷെ പരിശുദ്ധാത്മാവ് അത് വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സോദോമും ഗോമറയുടെ പാപം എന്തായിരുന്നു? അവരും അന്യജഡം മോഹിച്ചിടന്ന ഒരു അനുഭവമാണ്. സോദോം ഏറ്റവും വലിയ പാപം കൊണ്ടാണ് ആ സോദോം ഗോമറയെ ദൈവം നശിപ്പിക്കാൻ തക്കോടിയായി തീർന്നു. യൂദാ പറയുന്ന ഈ ദൂതന്മാർ അതേ സോദോം ഗോമറയും പാപം ചെയ്തതുപോലെ, എങ്ങനെ പാപം ചെയ്തു? ദൂതന്മാർക്ക് സമമായി പാപം ചെയ്തു. അവർക്ക് സമമായി ദുർനടപ്പാചരിച്ചു. ദൂതന്മാർക്ക് സമമായി അന്യജഡം മോഹിച്ച് നടന്നതിന്റെ ഫലമായി നിത്യാജ്ഞയുടെ ശിക്ഷാവിധി അനുഭവിച്ചുകൊണ്ട് 2-ാം പാതാളത്തിൽ കിടക്കുന്നു പാപം ചെയ്ത ദൂതന്മാർ. അതുപോലെ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 2-ാം അധ്യായം 4 വായിച്ച്, പാപം ചെയ്ത ദൂതന്മാരെ, 2 പത്രോസ് 2:4 മുതൽ, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ദൂതന്മാരുടെ പാപം എന്ന് പറയുന്നത് യൂദാ വ്യക്തമാക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മലയാളം ബൈബിളിൽ ചില തർജ്ജമകളിലൊക്കെ അന്യജഡം മോഹിച്ച് നടന്നു എന്നുള്ള സ്ഥാനത്ത് വേശ്യാദോഷം ചെയ്തെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, വ്യഭിചാരം ചെയ്തെന്നൊക്കെയാണ് ആ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചരിത്രം നമുക്ക് അല്പസമയം ഇതെന്നാണ് സംഭവിച്ചെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം ഒരു സൂചന എന്നിട്ട്
മൊത്തം വിശദീകരിക്കാൻ സമയമില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിച്ചേ. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്ര എന്നും യഹോവ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇത് നോഹയുടെ ജലപ്രളയത്തിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് എടുക്കുകയും അവർക്കുണ്ടായ സന്താനം അത് മല്ലന്മാരായിരുന്നു. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ജയൻസ് എന്ന രാക്ഷസന്മാർ. ഇവർക്കുണ്ടായ അത് ഇംഗ്ലീഷിലെ വാക്കാണത്, ജയൻസ്, രാക്ഷസന്മാർ. ഒരു കാലത്ത് രാക്ഷസന്മാരുണ്ടായിരുന്നു, ഇന്ന് അങ്ങനെ കാണാൻ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ഭൂമിയിൽ രാക്ഷസന്മാരുണ്ടായി എന്നാണ് വായിക്കുന്നത്. ഈ ഒരു വിഷയമാണ് ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിക്കാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ തീരുമാനിച്ചത്, പാപം ചെയ്ത്. ഇവിടെ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാർ എന്ന് 2 കൂട്ടരെ കാണുന്നു. നിങ്ങളുടെ ഉള്ളത്തെ സംശയം വരാം, ഞാനത് തെളിയിക്കാം. ഞാൻ പറയുന്ന വാദം ശരിയാണെന്ന് വെച്ച് പിന്നെ അതെനിക്ക് ഒക്കത്തില്ല, വിശ്വസിക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വിഷയം ചിന്തിച്ചേ മതിയാവും. അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സ്വസ്ഥതയില്ലാതെ വരരുത് കേട്ടോ. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ എന്ന് വായിക്കണം. അപ്പം ചില പഠിതാക്കൾ പറയുന്നത് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നത് അന്ന് കയ്യിന്റെ കാലത്ത് മനുഷ്യൻ പെരുകി കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ ദുഷ്ടത ഉണ്ടായി. അപ്പം കയ്യിന്റെ സന്താന പരമ്പരകൾ ദുഷ്ടന്മാരായി ജീവിച്ചെന്നും ആ കാലത്ത് ശേത്തിന്റെ സന്താനങ്ങൾ ആത്മീയരായി ദൈവത്തെ ആരാധിച്ചു പോകുന്നുവെന്നും നമുക്ക് ബൈബിളിൽ കാണുവാൻ കൊണ്ട് കഴിയും. അങ്ങനെ ദൈവത്തിന്റെ പുത്രന്മാരായിരിക്കുന്ന ശേത്തിന്റെ സന്താനങ്ങൾ, ആത്മീയ സന്തതികൾ കയ്യിന്റെ ദുഷ്ടസന്തതികളുമായിട്ട് വിവാഹം നടത്തി അങ്ങനെ ഭൂമിയിൽ മല്ലന്മാര് പെരുകിയെന്നാണ് ഒരു കൂട്ടരുടെ വാദം. ഇന്നും കയ്യിന്റെ സന്താനവും ശേത്തിന്റെ സന്താനവും മനുഷ്യൻ എന്ന് പറയുന്ന ഒരേ വർഗത്തിൽപ്പെട്ടവരാണ്. ഇന്നും രക്ഷിക്കപ്പെടാത്തവരും രക്ഷിക്കപ്പെടുന്നവരും തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഒരു മല്ലനും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നില്ല. എന്നാൽ ഇവിടെ സംഭവിച്ചത് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ചാണ്. ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 6-ാമത്തെ വാക്യമായി. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവൻ ആർ? ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ അന്ന് മനുഷ്യനില്ലായിരുന്നു. എന്നാൽ പ്രഭാത നക്ഷത്രങ്ങൾ ആർത്തട്ടിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ, ആ വാക്യം ഒന്ന് വായിച്ച നമ്മള്. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ. നോക്കണമേ, ദൈവപുത്രന്മാർ, പ്രഭാത നക്ഷത്രം നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൂസിഫറിനെ കൂട്ടരാണ്. കാരണം അർണോദപുത്രനായ ശുക്ര നമ്മൾ വായിക്കുന്നില്ലേ, അവൻ പ്രഭാതത്തിന്റെ ഒരു നക്ഷത്രമായിരുന്നു, അർണോദപുത്രനായ ശുക്ര. ദൈവത്തിന്റെ പുത്രന്മാർ എന്നവിടെ ഉദ്ദേശിക്കുന്നത് ദൈവദൂതന്മാരെ എല്ലാവരും ഉദ്ദേശിച്ച. അപ്പം ലൂസിഫറും കൂട്ടരും പ്രത്യേകിച്ച് സന്തോഷിച്ചു, അന്നവർ പാപം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദൂതന്മാരെല്ലാവരും ഒന്നിച്ച് സന്തോഷിച്ചു. അങ്ങനെ എല്ലാ പ്രഭാത നക്ഷത്രവും ദൈവത്തിന്റെ ദൂതന്മാർ ഒന്നിച്ച് ആർത്തട്ടപ്പോഴാണ് ദൈവം തമ്പുരാൻ ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് ദൈവത്തിന്റെ വനത്തിൽ വിളിച്ചിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ മുമ്പേ വായിച്ചതാണ്. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു.
നോക്കണമേ. ദൈവത്തിന്റെ പുത്രന്മാർ 2-ാം അധ്യായത്തിൽ വായിക്കും ദൈവത്തിന്റെ പുത്രന്മാർ. 29-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. ഇവരെല്ലാം ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവപുത്രന്മാർ എന്ന് സംബോധിച്ചിട്ടുണ്ട്. 39-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം വായിച്ചേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം, അവർ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. ഞാൻ എഴുതിയ വാക്യം തെറ്റിപ്പോയി. അപ്പൊ നോക്കണമേ, ഈ ഭാഗങ്ങളെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം, ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ തീയിലേക്ക് തള്ളിയിട്ടപ്പോൾ 4-മതായി ഒരു വ്യക്തി അവരോട് തീയിൽ കൂടെ ഉല്ലസിച്ച് നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 3-ന്റെ-25 നെബൂഖദ്നേസർ രാജാവ് പറയുന്ന ഭാഗം ഒന്ന് വായിച്ചു. 3-ന്റെ-25. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല, 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് തുല്യമായിരിക്കും കേട്ടോ. ദൈവത്തിന്റെ ദൂതൻ അഗ്നിയിൽ ഇറങ്ങി വന്നതാ. അപ്പൊ അവർക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. ദൈവത്തിന്റെ കൈവേലിയായ മനുഷ്യനെ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ആദാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ. ദൈവപുത്രന്മാർ ഈ മഹത്വ ശരീരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ ലെക്ചർ ശ്രദ്ധിക്കണം. മഹത്വ ശരീരങ്ങൾക്ക് തിരുവചനം കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. നമ്മളും ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള പേരിന് അർഹരാണ്. കാൺമീ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കും. നമ്മളും ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ പുത്രന്മാരാണ്. മഹത്വ ശരീരത്തിൽ ഇനിയും നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. മഹത്വ ശരീരത്തിലുള്ള ഒരു പ്രത്യേക പേരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 36-ാമത്തെ വാക്യം വായിച്ചേ. അവർ പുനരുദ്ധാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. അവർ അവർ പുനരുദ്ധാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. അതിന്റെ മോളത്തെ വാക്യം വായിച്ചേ. 35-ാമത്തെ വാക്യം വായിച്ചേ. സ്തോത്രം. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുദ്ധാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. യേശുവിന്റെ അടുക്കൽ ചോദ്യമായിട്ട് പരീശന്മാർ ചെന്നു. ഒരുത്തൻ കല്യാണം കഴിച്ച് അവൻ മരിച്ചുപോയി. അടുത്ത 6 പേരും അവളെ കല്യാണം കഴിച്ചു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും എന്നുള്ളതിന്റെ ആൻസറാണ് കർത്താവ് സുവിശേഷങ്ങളിൽ 3 ഭാഗങ്ങളും കൊടുക്കുന്നത്. കർത്താവ് പറയുന്ന മറുപടി, സ്വർഗത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ തന്നെ എന്ന് വായിക്കുന്നു. എന്നിട്ട് പറയുകയാണ് അവർ ദൈവപുത്രന്മാരാകയാൽ കേട്ടോ. മഹത്വ ശരീരത്തിലുള്ള ഒരു പ്രത്യേക പേരാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള പേര്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നമുക്ക് അതേ തന്നെയാണ്. നമ്മളും ദൈവ ദൂത തുല്യരായി അവിടെ കർത്താവിനെ ആരാധിക്കാൻ പോകുന്ന ഒരു സന്ദർഭമുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്വർഗത്തിൽ വിവാഹമില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല. എന്നാൽ ഈ ദൂതന്മാർക്ക് എന്താണ് സംഭവിച്ചത്? ഈ ദൂതന്മാർക്ക് പാപം ചെയ്ത ഈ ദൂതന്മാർക്ക് എന്താണ് സംഭവിച്ചത്? യൂദാ പറയുന്നു, തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വാസസ്ഥലം ഉണ്ടായിരുന്നു, അവരെ പാർപ്പിച്ച് അവർക്കൊരു സ്ഥാനമുണ്ടായിരുന്നു. ആ വാസസ്ഥലം എന്നുള്ളതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം ഓയിക്കേറ്റോറിയോൺ എന്നുള്ള പദമാണ്. ഓയിക്കേറ്റോറിയൻ ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി വിഷമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചേ. വായിച്ചോ നമ്മളെ. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതിന്റെ 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിച്ചേ. 1 മുതൽ വായിച്ചേ. വായിച്ചു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് അറിയുന്നു.
ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. സ്വർഗീയമായ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ തക്കണം വാഞ്ചിക്കുന്നു. ഈ വാസസ്ഥലം എന്നുള്ളതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പേര് ഓയിക്കേറ്റോറിയോൻ എന്നുള്ള പദമാണ്. അതേ പദം തന്നെയാണ് ഈ പാർപ്പിടത്തിന് കൊടുത്തിരിക്കുന്നത്. ബൈബിളിൽ ഈ ഒരു സ്ഥാനത്ത് മാത്രമേ ഇത് കാണുന്നുള്ളൂ. ആ ഓയിക്കേറ്റോറിയൻ വാസസ്ഥലം എന്നുള്ളത് ഇവിടെ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പാർപ്പിടം എന്നുള്ള വാക്ക് സെയിം വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? മഹത്വമായ ഒരു ശരീരമാണ്, സ്വർഗീയമായ ശരീരം അതിന് മീതെ ധരിപ്പാൻ തക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വർഗീയ ശരീരത്തിനുള്ള ഒരു പ്രത്യേക പേരാണ് ഈ ഓയിക്കേറ്റേറിയം എന്നുള്ള പദം. അവർ സ്വന്തം വാസസ്ഥലം വിട്ടുപോയെന്ന് പറഞ്ഞാൽ ഈ മഹത്വ ശരീരം അവർ മനഃപൂർവ്വമായിട്ട് വിട്ടു. ഈ ദൂതന്മാർ എങ്ങനെയാ ലൂസിഫറിനും കൂട്ടർക്ക് നെഹളം ഉണ്ടായത്? അവർക്ക് അങ്ങ് നെഹളം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. ചോദിച്ചു ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയും. എന്നാൽ ഈ ദൂതന്മാർ മനഃപൂർവ്വം തങ്ങളുടെ സ്വന്തം വാസസ്ഥലം വിട്ടിട്ട് ദൈവത്തിന്റെ പുത്രന്മാർ ഭൂമിയിൽ മനുഷ്യപുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അവര് തെറ്റ് ചെയ്തു, പാപം ചെയ്തു. അങ്ങനെ ഭൂമിയിൽ മല്ലന്മാരുണ്ടായി. ഒരു കാര്യം, ഇവർ മനഃപൂർവ്വം ഇത് പരിത്യജിച്ചതാണ്. കർത്താവ് പറഞ്ഞതായ വിഷയമാണ്. 3-4 വാക്യങ്ങളുണ്ട്. മത്തായി 22:30, മർക്കോസ് 12:55, ലൂക്കോസ് 20:35-36. ആ വാക്യങ്ങളൊക്കെ ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്താൽ ഇവിടെ എല്ലാം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗീയമായ ദൂതന്മാരെ പോലാണ്. എന്നാൽ ഈ ദൂതന്മാർക്ക് എന്ത് പറ്റി? ഈ ദൂതന്മാർക്ക് ഈ മനുഷ്യ ശരീരം എടുക്കാൻ തക്കണം കഴിവുണ്ടോ? ഉണ്ട്. അതിന്റെ തെളിവാണ് നിങ്ങൾ എഴുതിയെടുത്തോ വാക്യം. നമ്മുടെ സമയം പോയി. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നോക്കേ. അബ്രഹാം മമ്രയുടെ തോപ്പിയിരിക്കുമ്പോൾ 3 പുരുഷന്മാർ നിൽക്കുന്ന വാക്യം നോക്കണമേ. അതിൽ 1 ദൈവമായിരുന്നു, 2 പേര് ദൂതന്മാരായിരുന്നു. 3 പുരുഷന്മാരെയാണ് കണ്ടത്. മനുഷ്യ ജഡം എടുത്തു വന്നിരിക്കുന്ന 3 പേര്, ദൈവം ഉൾപ്പെടെ. അവർക്ക് ദൈവത്തിന് ദൂതന്മാർക്ക് മനുഷ്യ ശരീരം എടുക്കുവാൻ ഉള്ള അതേ അവകാശമുണ്ട്. അങ്ങനെ എടുത്തിട്ടുണ്ട്, അങ്ങനെ എടുത്തു വന്നു. തന്നെയല്ല ഈ 3 പുരുഷന്മാർ മനുഷ്യനെ പോലെ അബ്രഹാം പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, അവരവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ആഹാരം ഉണ്ടാക്കി, മാംസം ഉണ്ടായിരുന്നു, അതേ അപ്പം ഉണ്ടായിരുന്നു. ഇതെല്ലാം ചുട്ട് ഈ വൃക്ഷത്തിന് തണലിൽ വെച്ച്, നിങ്ങൾക്ക് ഇപ്പൊ ആകെ അറിയാവുന്നുണ്ടാ, അവർക്ക് കൊണ്ട് കൊടുത്തു. അവരത് കഴിച്ചു. ഞാന് ഉപദേശ പെസക് പറയുന്നു വിചാരിക്കരുത്, ഇതൊരു തിയോളജിയാണ്. ഈ 3 പുരുഷന്മാരും ആ വൃക്ഷത്തിന് ചുവട്ടിൽ ഇരുന്നു. മനുഷ്യ ശരീരം എടുത്ത് കടന്നു വന്ന ദൂതന്മാരാണ്. അതിലൊരാൾ ദൈവമായിരുന്നു. സോദോമിലേക്ക് പോകുന്ന സമയത്ത് ഒരാൾ തിരിഞ്ഞെന്ന വായിക്കുന്നത്. 2 പേര് ദൂതന്മാരായിരുന്നു. തിരിഞ്ഞെന്നവൻ യഹോവയായിരുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ സോദോമിൽ ചെയ്യുവാനിരിക്കുന്നത് എന്റെ സ്നേഹിതനാകുന്ന അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അവിടെ വെച്ചാണ് അബ്രഹാമും ദൈവവും തമ്മിൽ സംസാരം ഉണ്ടായത്. 50 നീതിമാന്മാരുണ്ടെങ്കിൽ എന്ന് വായിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദൂതന്മാർ പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണം, അവർ മനഃപൂർവ്വമായി സ്വന്തം സ്ഥലം വിട്ടുപോയായിരുന്നു. അവരെ പോലെ അതുപോലാണ് സോദോമിലെ ജനം വേശ്യാദോഷം ചെയ്തത്. അങ്ങനെ ഭൂമിയിൽ മല്ലന്മാർ പെരുകി, രാക്ഷസന്മാരുണ്ടായി. അവരാണ് പുരാതന കാലത്തെ കീർത്തിപ്പെട്ട രാക്ഷസന്മാർ. അങ്ങനെ ജലപ്രളയമായിട്ട് അവരെ എല്ലാം ഒടുക്കിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. ബാക്കി അടുത്ത കാഴ്ച ചിന്തിക്കുക. ഈ ദൂതന്മാരെ ഇപ്പോ തന്നെ പാപം ചെയ്ത ദൂതന്മാരെ മഹാദിവസത്തിന്റെ അതേ വിധിക്കായി അന്ധകാരത്തിന്റെ ചങ്ങല, അന്ധകാരം ഒരു ചങ്ങലയാ കേട്ടോ. ഈ അന്തരം, ഈ കൂരിട്ട് പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. മിസ്രൈമിൽ അന്ധകാരം ഉണ്ടായപ്പോൾ അന്ധകാരത്ത് ഇരുട്ടിനെ തൊടാമായിരുന്നു. കാരണം തമ്മിൽ കാണാനൊക്കത്തില്ലായിരുന്നു. ഈ നരകത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് തമ്മിൽ കാണാൻ പോയത് അതിന്റെ ചങ്ങല, അന്ധകാരം ഒരു ചങ്ങലയാ. ആ ചങ്ങലയിട്ട് ന്യായവിധിക്കായി സൂക്ഷിച്ചിരിക്കും. ഈ ദൂതന്മാരെ ന്യായവിധിക്കുന്ന ആരാന്നറിയാമോ? നമ്മൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ദൂതന്മാരെ ന്യായവിധിക്കുന്ന അറിയുന്നല്ലയോ? അപ്പോസ്തലനായ പൗലോസ് പറയാണ്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും, വിശുദ്ധന്മാർ ദൂതന്മാരെ ന്യായം വിധിക്കും. ശ്രദ്ധിക്കുക, പാതാള ലോകത്തിന് 3 ഭാഗങ്ങൾ. മേലത്തെ പാതാളത്തിൽ പർദീസ,
അബ്രഹാമിന്റെ മടി. രണ്ടാമത്തെ പാളത്തിൽ പാപം ചെയ്ത ദൂതന്മാർ. മൂന്നാമത്തെ പാതാളത്തിൽ യാതനാ സ്ഥലം, അതേ കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലം, യാതനാ സ്ഥലം, വെള്ളം കിട്ടാത്ത സ്ഥലം, അവിടെ ധനവാനും കൂട്ടും കിടക്കുന്നു. ഇപ്പോഴും മരിക്കുന്ന ദുഷ്ടന്മാർ ഈ യാതനാ സ്ഥലത്തേക്ക് പോകുന്നു. ഇനി അടുത്ത ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കാൻ തക്കവണ്ണം പോകുന്നത്, ഇവരെ പാതാള ലോകത്തിന് വിടുവിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒറ്റ ക്ലാസ് കൊണ്ട് ഈ ഭാഗം അവസാനിക്കും. സംശയമുള്ളവർ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കാം, നമുക്ക് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. അതേ വിശദീകരണത്തിന്റെ പൂർണ്ണതയിലേക്ക് വന്നില്ല, വിശദീകരിക്കാം. നിങ്ങൾ ആരും കൺഫ്യൂഷൻ ഉണ്ടാകരുത്. വേദോസ്തം പറയുന്ന ഒരു വിഷയമാണ്. അവരെ പോലെ, ദൂതന്മാരെ പോലെ സോദോം ഗൊമോറയും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവരെ അന്ധതാമസന്റെ ചങ്ങലിട്ട് കൂട്ടിയിരിക്കുന്നു. ഇനിയും ദൂതന്മാർ വേറെ ഉണ്ട് കേട്ടോ, പാപം ചെയ്തവര്. യൂപ്പർട്ടിസിന്റെ മഹാനദി തീർത്ത് 4 ദൂതന്മാരെ ഇപ്പോഴേ അവിടെ ബന്ധിച്ചിട്ടുണ്ട്. നമ്മൾ വെളിപ്പാട് 9-ാം അധ്യായത്തിൽ വായിക്കുന്നു. യൂപ്പർട്ടിസ് നദിയിലുള്ള 4 ദൂതന്മാരെ മഹോദരകാലത്ത് അഴിച്ചുവിടുന്നുണ്ട്. 4 ദൂതന്മാർ മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽ വലിയൊരു സൈന്യമുണ്ട്, ദൂതന്മാരുടെ ഒരു സൈന്യമുണ്ട്. അവരെ ഇപ്പോഴേ ബന്ധിച്ചിട്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്ന ശേഷം, പാപം ചെയ്ത ദൂതന്മാർ ഇവർ മാത്രമല്ല, വേറെയുമുണ്ട്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ബന്ധിച്ചിട്ടിരിക്കുന്ന ദൂതന്മാരുണ്ട്. ഇവരെല്ലാം ന്യായം വിധിക്കുന്ന സന്ദർഭം വരുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത ആഴ്ചയിൽ പഴയ നിയമ വിശുദ്ധന്മാരെ പർദീസായിന്ന് വിടിവിച്ച് കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ജൈത്യ യാത്ര 1 മണിക്കൂറത്തെ ക്ലാസ് ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ വെളിപ്പാട് ദിവസത്തിന്റെ 1-ാം അധ്യായം അവസാനിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ശാന്തമ്മ എബ്രഹാം ഒരു പാട്ട് പാടാൻ പോകുന്നു. അതിനുശേഷം പാസ്റ്റർ യെശയ്യാവ് ക്ലാസ് ഏറ്റെടുക്കും. ഒരു പ്രാവശ്യം കൂടെ ദൈവമക്കളോട് ഒന്നിച്ച് ആൻഡ്രൂസ് പാസ്റ്ററിനോട്, ഐസിയ പാസ്റ്ററിനോട്, എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളോട് ഒന്നിച്ച് കടന്നു വരുവാൻ കർത്താവിടെയാക്കി നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. പാതാള ഗോപുരങ്ങൾ ജയിക്കില്ലാത്ത സഭയെ പണിയുന്ന കർത്തനവൻ, വിടുതൽ നൽകും ദൈവകാരങ്ങൾ നിനക്കായി അരികിലുണ്ട്. വിടുതൽ നൽകും ദൈവകാരങ്ങൾ നിനക്കായി അരികിലുണ്ട്. തീച്ചൂളയിൻ നടുവിൽ വലം കരം തന്നവൻ, കുരിരുൾ താഴ്വരയിൽ ഏകനായി കൈവിടുമോ? തീച്ചൂളയിൻ നടുവിൽ വലം കരം തന്നവൻ, കുരിരുൾ താഴ്വരയിൽ ഏകനായി കൈവിടുമോ? വിടുതൽ നൽകും ദൈവകാരങ്ങൾ നിനക്കായി അരികിലുണ്ട്. ലോകത്തിൻ സ്നേഹങ്ങൾ നിന്ദ്യമായി തോന്നിടുമ്പോ, ദൈവത്തിൻ സ്നേഹകാരം നിന്നെ മറന്നിടുമോ? ലോകത്തിൻ സ്നേഹങ്ങൾ നിന്ദ്യമായി തോന്നിടുമ്പോ, ദൈവത്തിൻ സ്നേഹകാരം നിന്നെ മറന്നിടുമോ? വിടുതൽ നൽകും ദൈവകാരങ്ങൾ നിനക്കായി അരികിലുണ്ട്. കഷ്ടങ്ങളേറിടുമ്പോൾ, ഭാരം തളർത്തിടുമ്പോൾ, ആശ്വസിപ്പിക്കും കരം ചാരേതി കാണുന്നില്ലേ? കഷ്ടങ്ങളേറിടുമ്പോൾ, ഭാരം തളർത്തിടുമ്പോൾ, ആശ്വസിപ്പിക്കും കരം ചാരേതി കാണുന്നില്ലേ? വിടുതൽ നൽകും ദൈവകാരങ്ങൾ നിനക്കായി അരികിലുണ്ട്.
പാതാള ഗോപുരങ്ങൾ ജയിക്കില്ലാത്ത സഭയെ പണിയുന്ന കർത്തനവൻ. പാതാള ഗോപുരങ്ങൾ ജയിക്കില്ലാത്ത സഭയെ പണിയുന്ന കർത്തനവൻ. വിടുതൽ നൽകും ദൈവകാര്യങ്ങൾ നിനക്കായി അരികിലുണ്ട്. വിടുതൽ നൽകും ദൈവകാര്യങ്ങൾ നിനക്കായി അരികിലുണ്ട്. എത്ര മനോഹരമായ ഗാനമാണ് ശാന്തമേ പാടിയത്. വിടുതലുണ്ട്. അതിമനോഹരമായ ഗാനമായിരുന്നു. നമ്മുടെ ലിജിയും ഫെബിയായും പാടിയ പാട്ട് നമ്മള് വളരെ അനുഗ്രഹമായിരുന്നു. ഇവരുടെ എല്ലാം പാട്ടുകൾ മനോഹരമാക്കി തീർത്ത ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പാസ്റ്റർ ചെയ്യാം. ഇനി യോഗം ഏറ്റെടുക്കും. ആമേൻ. പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട 23ാമത്തെ ക്ലാസ് നമുക്ക് ഇന്ന് പഠിക്കുവാനിടയായി. പൂർത്തീകരണം അടുത്ത ആഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് പാസ്റ്റർ പറഞ്ഞത്. അതുപോലെ നമുക്ക് ഈ 23 ക്ലാസ്സുകളും വളരെ അനുഗ്രഹമായിരുന്നു. അടുത്ത ആഴ്ച വരുന്നതിന് മുൻപ് എല്ലാവരും അത് ഒന്ന് കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. പാസ്റ്റർ സി വി ആൻഡ്രൂസ് അവർക്ക് ഹൃദയമായിട്ടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ലിജി, സിസ്റ്റർ ലിജി, അവരുടെ മകൾ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. USA സാന്തമാമയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ USA ഗ്രേസ്യമാമ നമ്മളോടൊപ്പം ഉണ്ട്. തങ്കമ്മ രാജൻ ദുബായിൽ നിന്ന് ഉണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ കർത്താവിന്റെ ദാസൻ മനോജ് പാസ്റ്റർ നമ്മളോടൊപ്പം എല്ലാ ക്ലാസ്സുകളിലും മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു അഭിഷക്തനാണ്. കർത്താവിന്റെ ദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരും ചേർന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ മനോജ് പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ നല്ല ദൈവമേ, നല്ല സമയത്ത് അങ്ങേ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവെ പഠിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനും അതുപോലെ കർത്താവെ ദൈവം സൃഷ്ടിച്ച ദൂതൻ ആയ ലൂസിഫറിൻ്റെ കർത്താവ് ആ ഉത്ഭവവും പ്രവർത്തനങ്ങളും അതിൻ്റെ കർത്താവ് അന്ത്യവും എല്ലാം കർത്താവ് പഠിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവമേ, അതുപോലെ ദൈവപുത്രന്മാർ എന്ന ആ വിഷയത്തെക്കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചതോർത്ത് കർത്താവെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. ക്ലാസ് എടുത്ത പ്രിയ സി വി ആൻഡ്രൂസ് പാസ്റ്ററെ ഏൽപ്പിക്കുന്നു. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. ഇതുപോലെ ഒരു നല്ലൊരു ബൈബിൾ ക്ലാസ് കർത്താവെ ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന യെശയ്യാ പാസ്റ്ററെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കണം. പാട്ടുപാടിയ പ്രിയപ്പെട്ടവരെ, വചനം വായിച്ച പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിക്കുന്നു. ഇന്ന് ഈ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും പങ്കെടുത്ത എല്ലാ ദൈവമക്കളോടും, പ്രത്യേകിച്ച് വചനം പഠിപ്പിച്ച കർത്താവിന്റെ അഭിഷക്തനോടും കർത്താവിന്റെ വരവോളും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 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 ദുബൈയിൽ നിന്ന് റേച്ചലമ്മിച്ചുണ്ടായിരുന്നു. മകള് റാണി കാനഡയിൽ നിന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ലൈനിലുണ്ട്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ മോർണിംഗ് പ്രയർ നമുക്കുണ്ട്. എല്ലാവരും മോർണിംഗ് പ്രയറിൽ പങ്കെടുക്കുക. എല്ലാ ദിവസവും 5 മണിക്കാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ.